90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. പ്രേക്ഷകരെ, ഇന്ന് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച തന്റെ മൂന്നാമത്തെ ബഡ്ജറ്റ് അസാധാരണമായൊരു ബഡ്ജറ്റ് എന്നാണ് തുടക്കത്തിൽ സീതാരാമൻ ധനമന്ത്രി വിശേഷിപ്പിച്ചത്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ബഡ്ജറ്റ് ആയിരിക്കുമെന്ന് നേരത്തെ ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ധനകാര്യമന്ത്രി പറയുകയും ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ ഈ ബഡ്ജറ്റിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കോവിഡ് പ്രതിസന്ധി കാലഘട്ടത്തിൽ ഈ ബഡ്ജറ്റ് കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്നുണ്ടോ? പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ നമ്മളെ ഏവരെയും സ്വയം പ്രാപ്തരാക്കാൻ പര്യാപ്തമാണോ ഈ ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ? അതല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ പൊതു ഓഹരികൾ വിറ്റഴിക്കൽ മാത്രമാണോ ഈ ബഡ്ജറ്റിൻ്റെ പ്രധാനപ്പെട്ട ഊന്നൽ? അതേസമയം ആരോഗ്യ മേഖലയ്ക്ക് കഴിഞ്ഞ തവണ നീക്കിവെച്ചതിനേക്കാൾ 137% കൂടുതൽ തുക നീക്കിവെച്ചിരിക്കുന്നു എന്നുള്ളത് കോവിഡ് മൂലം പ്രതിസന്ധിയിലായ ഒരു സമൂഹത്തെ തിരിച്ച് ഉയർത്തെഴുന്നേൽപ്പിന് സഹായകരമായി തീരുമോ? ഇതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ബഡ്ജറ്റിന്റെ ഉള്ളറകളിലേക്ക് നമ്മൾ കടക്കുന്നു. അതിനു മുമ്പ് നോക്കൂ, എന്തൊക്കെയാണ് ഈ ബഡ്ജറ്റ് 2021 യൂണിയൻ ബഡ്ജറ്റ് 2021 പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ ഹൈലൈറ്റ്സ് എന്നുള്ളത് പ്രേക്ഷകരെ പേപ്പർലെസ് ബഡ്ജറ്റാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ പാർലമെന്റിൽ ആദ്യമായി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ടാബ് ഉപയോഗിച്ചാണ് ഈ സാധാരണ രീതിയിൽ വലിയ രീതിയിൽ പേപ്പർ കട്ടുകളും ഈ ബഡ്ജറ്റിൻ്റെ പുസ്തകവുമായി പോകുന്ന ധനമന്ത്രി ഇന്ന് ചുവന്ന വെൽവെറ്റ് തുണിയിൽ പൊതിഞ്ഞ ഇന്ത്യൻ നിർമ്മിത ടാബിലാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കാനായി പാർലമെന്റിലേക്ക് എത്തിയത്. നോക്കാം ഓരോ പ്രധാനപ്പെട്ട സവിശേഷതകൾ. അതിലാദ്യത്തത് റോഡ് ടു ഇലക്ഷൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് ദേശീയപാത വികസനത്തിന് വലിയ തുകകൾ നീക്കിവെച്ചിട്ടുണ്ട് എന്ന അറിയിപ്പാണ് ധനമന്ത്രി നൽകിയത്. കേരളത്തിൽ 65,000 കോടി രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത്. മുംബൈയിൽ നിന്നും കന്യാകുമാരിയുള്ള ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കേരളത്തിലൂടെ കടന്നു പോകുന്ന റോഡുകൾക്ക്, ഒപ്പം മധുരയിൽ നിന്ന് കൊല്ലം വരെ നീളുന്ന ദേശീയപാത, ഇതടക്കം 1100 കിലോമീറ്ററിന് 65,000 കോടി രൂപ. തമിഴ്നാടിന് 1.03 ലക്ഷം കോടി രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന വെസ്റ്റ് ബംഗാളിനും 25,000 കോടി രൂപയുടെ ദേശീയപാത വികസനത്തിന്റെ ഓഹരി നീക്കിവെച്ചിരിക്കുന്നു. അസാമിൽ 34,000 കോടിയാണ്. ഇതുകൂടാതെ അസാമിലെ തേയില കൃഷിക്കാർക്ക് വലിയ തുകയും നീക്കിവെച്ചിരിക്കുന്നു. ഇനി സ്വസ്ഥ അഭിയാൻ ഇന്ത്യയുടെ ഭാഗമായിട്ട്, ഇന്ത്യയെ പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യത്തിന്, ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ കൂടി പ്രഖ്യാപിച്ചു നിർമ്മലാ സീതാരാമൻ. ശുദ്ധജലത്തിനു വേണ്ടി ഏകദേശം 2,87,000 കോടി, നഗര ശുചിത്വത്തിന് 1,41,678 കോടി, ശുദ്ധവായുവിന് 2,217 കോടി രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത്. ബജറ്റിൽ ആരോഗ്യ മേഖലയാണ് ഇന്നത്തെ ബഡ്ജറ്റിന്റെ സ്റ്റാർ ഹൈലൈറ്റ്. ആരോഗ്യ മേഖലയുടെ കഥ പറഞ്ഞാൽ മൊത്തം 64,180 കോടി രൂപയുടെ വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ പദ്ധതികൾക്ക് പുറമെ കോവിഷീൽഡ് വാക്സിനും കോവാക്സിനും സൗജന്യമായി വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി 35,000 കോടി രൂപ വാക്സിൻ വിതരണത്തിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. 2 വാക്സിൻ കൂടി വിപണിയിലെത്തും. 15 ഹെൽത്ത് എമർജൻസി സെന്ററുകൾ രാജ്യത്ത് പുതുതായിട്ട് സ്ഥാപിക്കുകയും ചെയ്യും. ഇനി മെട്രോയുടെ കാര്യത്തിലും നഗരങ്ങളെ വികസിപ്പിക്കുന്ന കാര്യത്തിലും ഈ ബഡ്ജറ്റ് മുന്നിലേക്ക് വയ്ക്കുന്ന ചില പദ്ധതികൾ കൂടി നോക്കൂ. കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ കൊച്ചി മെട്രോയിൽ 1,967 കോടി രൂപ, ചെന്നൈ മെട്രോയ്ക്ക് 63,246 കോടി രൂപ, ബംഗളൂരു മെട്രോയ്ക്ക് 40,700 കോടി രൂപ, നാഗ്പൂർ മെട്രോയ്ക്ക് 5,900 കോടി രൂപ. സ്കൂളുകളുടെയും മറ്റ് വികസനത്തിനു വേണ്ടി ഈ സർക്കാർ ഈ ബഡ്ജറ്റിൽ നീക്കിവെച്ചിരിക്കുന്ന തുക കൂടി വേഗം പരിശോധിച്ചാൽ 15,000 സ്കൂളുകളുടെ നിലവാരമുയർത്തും. അത് സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി, ട്രസ്റ്റുകളുടെ പങ്കാളിത്തത്തോടു കൂടിയുള്ള മികച്ച സ്കൂളുകളാക്കി, എക്സംപ്ലറി സ്കൂളുകളാക്കി മാറ്റും എന്നാണ് നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചത്. 100 സൈനിക സ്കൂളുകൾ സ്ഥാപിക്കും. ലഡാക്കിൽ കേന്ദ്ര സർവകലാശാല വരും. ഗവേഷണത്തിന് 1,00,000 കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത്. ഇനി പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളും നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ച ബഡ്ജറ്റിലുണ്ട്. പൊതുമേഖലാ ബസ്സുകൾക്കായി 18,000 കോടി രൂപ നീക്കിവെക്കുന്നു. റെയിൽവേക്ക് വേണ്ടി മാത്രം 1.10 ലക്ഷം കോടി രൂപ, തുറമുഖങ്ങൾക്ക് 2,000 കോടി രൂപ. ഓർമ്മിക്കേണ്ടത്, ഇതിൽ പലതും സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി നടപ്പാക്കാൻ കൂടി ഉദ്ദേശിച്ചിരിക്കുന്ന ഒന്നാണ്. ഊർജ്ജ മേഖലയിലേക്ക് വന്നാൽ 3.05 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ്
ഈ ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നത്. സൗരോർജ്ജ കോർപ്പറേഷന് 1000 കോടി രൂപ മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ആരോഗ്യ മേഖല മുതൽ വ്യത്യസ്തങ്ങൾ, കൃഷി മേഖലയടക്കം ഊർജ്ജ മേഖലയടക്കം ഗവേഷണത്തിനും വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ളൊരു ബഡ്ജറ്റ് എന്നാണ് നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചത്. അസാധാരണമായ സാഹചര്യത്തിലെ അസാധാരണമായ ബഡ്ജറ്റ് എന്ന് നിർമ്മലാ സീതാരാമൻ പറയുമ്പോൾ ഇത് പൊയ്മുഖമാണെന്നും ഈ ബഡ്ജറ്റ് ഓഹരി വിറ്റഴിക്കാനും സ്വകാര്യവൽക്കരിക്കാനും മാത്രമുള്ള ഒന്നാണെന്നും രാജ്യത്തിൻ്റെ പൊതുമുതൽ വിറ്റഴിക്കുന്ന ബഡ്ജറ്റായി തീരും എന്നുമാണ് ഇപ്പോൾ നമ്മളോട് പ്രതിപക്ഷത്തു നിന്നുമുള്ള പ്രതികരണങ്ങൾ എത്തിയിരിക്കുന്നത്. ഇതിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം നേരത്തെ എത്തിയിരുന്നു. ബഡ്ജറ്റിനെ കടന്നാക്രമിച്ചുകൊണ്ട് മറ്റു മേഖലകളിലുള്ളവരും എത്തിയിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ട്രെൻഡ് കാണിക്കുന്നു എന്നതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊപ്പം മുതിർന്ന നേതാക്കൾ ഈ ചർച്ചയിൽ ഈ ബഡ്ജറ്റിന്റെ രാഷ്ട്രീയ മുഖം എന്താണ് എന്ന് നമ്മളോട് പറയും. VD സതീശൻ കോൺഗ്രസ് പ്രതിനിധി, CPM പ്രതിനിധി MP രാജേഷ്, BJPയിൽ നിന്നും PK കൃഷ്ണദാസ്, ഒപ്പം സാമ്പത്തിക വിദഗ്ധനായ K ഹരിലാലും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഞാൻ VD സതീശൻ MLA പോകുന്നു. VD സതീശൻ, അങ്ങ് കേരളത്തിലെ ഒരു ബഡ്ജറ്റൊക്കെ അവതരിപ്പിച്ച് ഇരിക്കുന്നൊരു പശ്ചാത്തലത്തിൽ നിർമ്മലാ സീതാരാമൻ അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണ ബഡ്ജറ്റ് അവതരിപ്പിക്കാനെടുത്ത എഫേർട്ട് മനസ്സിലാക്കും. പക്ഷേ ആ ബഡ്ജറ്റ് അസാധാരണമായ ഒരു ബഡ്ജറ്റായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ചിലർ നിരീക്ഷിക്കുന്നത് ഇതിൽ 1-2 പ്രൊവിഷൻസ് മാറ്റിവെച്ചാൽ ആരോഗ്യ മേഖലയ്ക്ക് കൊടുത്ത 137% വർധനവും കേരളമടക്കമുള്ള തിരഞ്ഞെടുപ്പിന് വേണ്ടി കൊടുത്തിരിക്കുന്ന റോഡ് ടു ഇലക്ഷൻ പദ്ധതികളും മാറ്റിവെച്ചാൽ കഴിഞ്ഞ 6 വർഷമായി തുടരുന്ന ബഡ്ജറ്റിന്റെ തുടർച്ചയാണ് എന്നാണ്. താങ്കളുടെ നിരീക്ഷണം എന്താണ് ശ്രീ VD സതീശൻ? തീർച്ചയായും അങ്ങ് അവസാനം പറഞ്ഞ നിരീക്ഷണങ്ങൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. കോവിഡ് വാക്സിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു 35,000 കോടി രൂപയാണ് ഇന്നത്തെ ഒരു അസാധാരണമായ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഇടപെടൽ എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയാവുന്ന ഏക കാര്യം. ബാക്കിയെല്ലാം ഈ കോവിഡ് വരുന്നതിന് മുൻപ് തന്നെ 2019 ശ്രീമതി നിർമ്മലാ സീതാരാമൻ ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ തന്നെ വലിയ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങി. എന്നാൽ അത് മനസ്സിലാക്കാതെയാണ് അവരത് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. എന്നാൽ ഉടൻ തന്നെ 2-3 ഉത്തേജക പാക്കേജുകൾ കൊണ്ടുവന്ന് 2019 അവരുടെ ബജറ്റിലെ പല നിർദ്ദേശങ്ങളും അവർക്ക് പിൻവലിക്കേണ്ടി വന്നു. അതിനുശേഷം 2020 നമുക്കറിയാം, 2020 ബജറ്റിലും യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പരിശ്രമങ്ങളുണ്ടായില്ല. ഇവിടെ നോട്ട് പിൻവലിക്കലും അതുപോലെ GSTയിലുണ്ടായ വികലമായ GST നടപ്പാക്കലും നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിച്ചിരുന്നു. അപ്പോൾ കോവിഡ് വരുന്നതിന് മുൻപ് തന്നെ രൂക്ഷമായ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് രാജ്യം പോവുകയായിരുന്നു. ഇപ്പോൾ 2008 സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നുള്ളൊരു വ്യത്യാസം, 2008 സാമ്പത്തിക മാന്ദ്യ സമയത്ത് ഇന്ത്യയിലെ ബാങ്കുകളെല്ലാം സുശക്തമായിരുന്നു. ഇപ്പോൾ ബാങ്കുകളുടെ ഇൻ്റർവെൻഷൻ വളരെ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുമായിരുന്നു. ഇന്നാണെങ്കിൽ ബാങ്കുകൾ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ബാധ്യതയിൽപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ബാങ്കുകൾക്ക് റീക്യാപിറ്റലൈസ് ചെയ്യാൻ, അതായത് ബാങ്കുകളുടെ ഷട്ടർ അടയാതിരിക്കാൻ ബാങ്കുകൾക്ക് നികുതി പണത്തിൽ നിന്ന് റീക്യാപിറ്റലൈസ് ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് ഗവൺമെൻറ് വന്നു. അതിൻ്റെ ഭാഗമായി ബജറ്റിലല്ലാതെയുള്ള ധാരാളം പ്രഖ്യാപനങ്ങൾ, പ്രൈവറ്റൈസേഷൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ഓഹരികൾ വിറ്റഴിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ കടലും കരയും ആകാശവും ഉള്ള എല്ലാ സ്ഥാപനങ്ങളും വിറ്റഴിക്കുന്ന നിലപാടിലേക്ക് ഗവൺമെൻറ് വന്നു. ഈ ബജറ്റ് അതിൻ്റെ എല്ലാം തുടർച്ചയാണ്. കാരണം യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളാതെ അപകടത്തിൽ രാജ്യത്തെ എത്തിച്ചു നിൽക്കുന്നു എന്ന് ഞങ്ങൾ മുൻകൂട്ടി 3 വർഷക്കാലം മുമ്പ് പറഞ്ഞതിൻ്റെ സൂചനകളാണ്. കാരണം രാജ്യത്തെ ധനക്കമ്മിയാണ്. ഇത് യഥാർത്ഥത്തിൽ ബജറ്റ് ഈ പ്രസംഗമല്ലല്ലോ. ബജറ്റ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, വാർഷിക കണക്കാണ്. എന്താണ് വാർഷിക കണക്ക്? എന്താണ് ധനക്കമ്മി? ധനക്കമ്മി 3% കൂടുതൽ പാടില്ലാത്ത ഒരു രാജ്യത്ത് ധനക്കമ്മി 9.5%. റെക്കോർഡ് ധനക്കമ്മിയാണ് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ. 7.5% റവന്യൂ കമ്മി. 9.5% ധനക്കമ്മി എന്ന് പറഞ്ഞാൽ ഈ രാജ്യം എത്ര അപകടകരമായ ഒരു കടക്കണിയിലേക്കാണ് ആഴ്ന്നിറങ്ങിയിരിക്കുന്നത് എന്നതിൻ്റെ സൂചനയാണ്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലാണ് ഈ ഒരു കേടിൽ നിന്ന്, ഈ ഒരു അപകടത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ. 2024-25 ആകുമ്പോഴേക്കും 4.5% തിരിച്ചു കൊണ്ടുവരാമെന്നാണ് നിർമ്മലാ സീതാരാമൻ പറയുന്നത്. 2024-25 ഇപ്പോൾ അത് 6.8 ആണ് 2021-22. കോവിഡ് ആയതുകൊണ്ട് ഈ ഗവൺമെന്റിന് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു എന്നാണ് അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. സ്പെൻഡ്. സോ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൂടി, അല്ലാതെ ചെയ്യാൻ നിവൃത്തിയില്ലല്ലോ എന്നാണ് ധനമന്ത്രി പറയുന്നത്.
2021-22 എസ്റ്റിമേറ്റ് ആണ് പറയുന്നത്. അടുത്ത വർഷം 6.5 ആയിട്ട് അവർ കുറയ്ക്കുമെന്നാണ് പറയുന്നത്. അവർ ഇതിനു മുൻപുള്ള വർഷങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന വസ്തുതകളുമായി എന്ത് ബന്ധമാണ് അവർക്കിപ്പോൾ ഉണ്ടായിരുന്നത്? ഇതിൻ്റെ ഇടയിൽ കോവിഡിൻ്റെ ഇടയിൽ 20 ലക്ഷം കോടി രൂപയുടെ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചു. ആളുകളെ കബളിപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ള പാക്കേജ് ആയിരുന്നു ആ 20 ലക്ഷം കോടി രൂപയുടെ പാക്കേജ്. ബാങ്കുകൾക്ക് കൂടുതൽ ലോൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ സംവിധാനം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഇവർ യഥാർത്ഥത്തിൽ ഈ സാമ്പത്തിക മാന്ദ്യത്തെ നേരിടുന്നതിനോ സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് മഹാമാരി വന്നപ്പോൾ കൂനിന്മേൽ കുരു പോലെ ഉണ്ടായ പ്രശ്നങ്ങൾ, ലോക്ക്ഡൗൺ തുടർച്ചയായി ഉണ്ടായ പ്രശ്നങ്ങൾ, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ താറുമാറായി, അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്ത് നടപടിയാണ് ഇവർ സ്വീകരിച്ചത്? ഇവരുടെ ഉത്തേജക പാക്കേജുകളെല്ലാം പൊളിഞ്ഞ് പാളീസായിപ്പോയി. ഒരു ഉത്തേജക പാക്കേജും വിജയിച്ചില്ല. വിപണിയെ സജീവമാക്കാൻ, വിപണിയിൽ ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒരു നടപടിയും അവർ പ്രഖ്യാപിച്ചില്ല. ഞാൻ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഈ ബജറ്റിനെ നോക്കിക്കാണുന്നത്. കാരണം രാജ്യത്ത് ഇത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധിയും സാമ്പത്തിക മാന്ദ്യവും കാർഷിക മേഖലയിലും അതുപോലെ വ്യവസായ മേഖലയിലും എല്ലാം ഒരുപാട് ചെറുകിട ഇടത്തരം സംരംഭങ്ങളെല്ലാം പൂട്ടിപ്പോയ ഈ കാലഘട്ടത്തിൽ ആ വിപണിയെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നടപടിയാണുള്ളത്? അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഇന്നത്തെ ചേഞ്ച് നോക്കിയിട്ടൊന്നും വിലയിരുത്താം. ഊഹക്കച്ചവടത്തിൻ്റെ അതിപ്പോൾ നാളെ രാവിലെ വീണ്ടും താഴോട്ട് പോകും. അതൊന്നും നോക്കിയിട്ടൊന്നും അല്ല ഇതിൻ്റെ പോസിറ്റീവ് സിഗ്നൽസ് വിലയിരുത്തേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ രാജ്യം നേരിടുന്ന പ്രതിസന്ധിയെ അഡ്രസ്സ് ചെയ്യാതെ ഉള്ളൊരു ബഡ്ജറ്റാണ്. രൂക്ഷമായ കടമെടുക്കുക. ഇനി കേന്ദ്ര ഗവൺമെന്റിന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? FRBM ആക്ടിന്റെ പ്രസക്തി എന്താണ്? ഒറ്റ കാര്യം കൂടി ഞാൻ രണ്ടാം ഊഴത്തിലേക്ക് വരുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി എനിക്ക് VD സതീശൻ അറിഞ്ഞാൽ കൊള്ളാം. ഇതിൽ ഈ അങ്ങ് കണ്ടു കാണുമല്ലോ, DFI വഴി എക്സ്റ്റേണൽ ബോറോയിങ്ങിന് വേണ്ടി ഈ സർക്കാർ ശ്രമിക്കുന്നത്. കേരളത്തിൽ കിഫ്ബി ഇത്തരത്തിൽ എക്സ്റ്റേണൽ ബഡ്ജറ്റിന് അല്ലെങ്കിൽ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിന് വേണ്ടി ശ്രമിക്കുന്നത് കേന്ദ്ര സർക്കാർ വിമർശിച്ചിരുന്നു. അതിൽ CAG പോലും വിമർശിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതേ കേന്ദ്ര സർക്കാർ കൂടുതലായി ഈ ക്യാപിറ്റൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 5 ലക്ഷം കോടി രൂപ സമാഹരിക്കുമെന്നാണ് ഈ 2 DFI വഴി. യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള കിഫ്ബിയുടെ മറ്റൊരു അവാന്തര വിഭാഗമല്ലേ ഈ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? നേരത്തെ IDBI വന്നു, അത് അതിന്റെ പാത വിട്ട് അത് ബാങ്കായി മാറുന്നത് കാണുന്നു. ഇനിയും കൂടുതൽ DFI വരാൻ പോകുന്നുവെന്നാണ്. അപ്പോൾ കേരളത്തിൽ കിഫ്ബി വേണ്ട, കേന്ദ്രത്തിൽ കിഫ്ബി മോഡൽ ആകാം എന്ന ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിന്റെ ഒരു അവസ്ഥയിലേക്കാണോ ഈ കേന്ദ്ര സർക്കാരും പോകുന്നത്? VD സതീശൻ. അല്ല, തീർച്ചയായിട്ടും ഞാനിത് നിയമസഭയിൽ സൂചിപ്പിച്ചതാണ്. കേരള ഗവൺമെന്റിനെ C&AG വിമർശിച്ചതിനെതിരായിട്ടാണ് കേരള നിയമസഭ പ്രമേയം പാസാക്കിയത്. അതിനു മുൻപ്, ഒരു വർഷം മുമ്പ്, ഈ കേരള ഗവൺമെന്റിനെ വിമർശിച്ചതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിച്ചിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റിൻ്റെ ഈ ധനക്കമ്മി കണക്കാക്കിയിരിക്കുന്നതും റവന്യൂ കമ്മി കണക്കാക്കിയിരിക്കുന്നതും തെറ്റായ രീതിയിലാണെന്നാണ് CAGയുടെ വിലയിരുത്തൽ. അതായത് ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയുമ്പോൾ ആ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിൻ്റെ കുഴപ്പം എന്താ? അത് അക്കൗണ്ടിൽ വരില്ല. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അത് പെടില്ല. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് അത് പെടാതെയാണ് ധനക്കമ്മിയും റവന്യൂ കമ്മിയും കാണിക്കുന്നത്. അപ്പോൾ ഈ ബോറോയിങ് കൂടി പെടുത്തിക്കഴിഞ്ഞാൽ മാത്രമേ ധനക്കമ്മിയെ കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ധനക്കമ്മി കണക്കാക്കിയിരിക്കുന്നതിൽ 2% വ്യത്യാസം. അതായത് നേരത്തെ 4.5 പറഞ്ഞ സ്ഥലത്ത് യഥാർത്ഥത്തിൽ 6.5 ഉണ്ട് ധനക്കമ്മി എന്നാണ് C&AGയുടെ വിലയിരുത്തൽ. അപ്പൊ ഈ 9.5 എന്ന് പറയുന്നത് അതിനേക്കാൾ എത്രയോ കൂടുതലായിരിക്കും. ഡബിൾ ഡിജിറ്റിലേക്ക് ഇന്ത്യ ധനക്കമ്മിയിലെത്തി എന്നുള്ള അപകടകരമായ ഒരു സ്ഥിതിവിശേഷമുണ്ട്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് VD സതീശൻ. ഞാൻ അതിലേക്ക് വരാം. രണ്ടാം ഊഴത്തിലേക്ക് ഞാൻ വരാം വീണ്ടും. കാര്യം നമുക്കൊപ്പം BJP പ്രതിനിധി കൂടി എത്തേണ്ടതുണ്ട്. ഞാൻ MP രാജേഷിലേക്ക് പോകുന്നു. MP രാജേഷ്, ഈ ബഡ്ജറ്റിനെ താങ്കൾ നോക്കിക്കാണുന്നത് സീതാറാം യെച്ചൂരിയൊക്കെ വളരെ നിരാശപ്പെടുത്തിയ ബഡ്ജറ്റാണ്. ഇതിനകം തന്നെ പാർട്ടിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ കാർഷിക മേഖലയെക്കുറിച്ച് 16.5 ലക്ഷം രൂപ കാർഷിക മേഖലയിൽ വായ്പാ പരിധി ഉയർത്തിയിരിക്കുന്നുവെന്ന് മാത്രവുമല്ല, നിർമ്മലാ സീതാരാമൻ പറയുന്നത് നോക്കൂ, വീറ്റ് കർഷകർക്ക്, ഗോതമ്പ് കർഷകർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്നതിന്റെ പരിധിയിലേക്ക് എത്തിയവരുടെ എണ്ണം, ഇതിന്റെ ബെനിഫിറ്റ് കിട്ടിയത് 43.36 ലക്ഷം ആളുകൾക്കാണ്. കഴിഞ്ഞ തവണ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതിനേക്കാൾ ഞാൻ മനസ്സിലാക്കുന്നത് 2.25 ലക്ഷം മറ്റോ ആണ് കഴിഞ്ഞ തവണ കാർഷിക മേഖലയ്ക്ക് മൊത്തമായി മാറ്റിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ 16.05 ലക്ഷം കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു കാർഷിക മേഖലയ്ക്കെന്നാണ്. അതായത് ഈ സർക്കാർ ഈ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുകയല്ല, കൂടുതൽ കാർഷിക ശാക്തീകരണത്തിന് ബഡ്ജറ്റിൽ പ്രൊവിഷൻ കണ്ടെത്തുന്നു എന്നാണോ നമ്മൾ വായിച്ചെടുക്കേണ്ടത്? അതല്ല ഇതൊരു കൺകെട്ടാണോ?
അല്ല, 16.5 ലക്ഷം കോടി ബജറ്റ് വിഹിതം കാർഷിക മേഖലയ്ക്ക് എന്നാണോ? അല്ല, വായ്പാ പരിധി. വായ്പയാണ് വായ്പയാണ് കാർഷിക മേഖലയ്ക്കുള്ള വായ്പ. അതെ അതെ, അതിപ്പോ നേരത്തെ ആത്മനിർഭർ പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ചെയ്തത് എന്താ? യഥാർത്ഥത്തിൽ അതിന്റെ ഫിസിക്കൽ കോമ്പണന്റ് എത്രയായിരുന്നു? 2% GDP-യുടെ. ബാക്കി മുഴുവൻ എന്തായിരുന്നു? ബാങ്ക് വായ്പകളായിരുന്നു. ബാങ്കുകൾ ഇത്ര വായ്പ കൊടുക്കാൻ ലക്ഷ്യമിടുന്നു എന്ന് ബജറ്റിൽ പ്രഖ്യാപിക്കുകയാണ്. യഥാർത്ഥത്തിൽ കാർഷിക മേഖലയിൽ ഇന്ന് ആവശ്യമായിട്ടുള്ളത് എന്താ? സർക്കാരിന്റെ നേരിട്ടുള്ള സപ്പോർട്ടാണ് ആവശ്യമായിട്ടുള്ളത്. സബ്സിഡികളിലൂടെ, അതുപോലെ പൊതുനിക്ഷേപം വർദ്ധിപ്പിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ നേരിട്ടുള്ള സർക്കാർ പിന്തുണയാണ്. അതിന് പകരം 16 ലക്ഷം കോടി വായ്പ കൊടുക്കാൻ വിഭാവനം ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് പ്രയോജനമുണ്ടോ? അതാണോ ഇന്ന് ഇന്ത്യയിലെ കാർഷിക പ്രതിസന്ധി അങ്ങനെ പരിഹരിക്കാവുന്ന ഒന്നാണോ? അതിരൂക്ഷമായിട്ടുള്ളൊരു ഡിസ്ട്രസ്, പ്രതിസന്ധി കാർഷിക മേഖലയിൽ അഭിമുഖീകരിക്കുകയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഉൽപാദന ചെലവ് കൂടുന്നു എന്നതാണ്. ഒപ്പം ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്നില്ല. അതിന്റെ ഫലമായിട്ട് കൃഷിക്കാരുടെ വരുമാനം ഇടിയുന്നു, കടക്കണിയിലായി തീരുന്നു. വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയണമെങ്കിൽ ഉൽപാദന ചെലവ് കുറയ്ക്കാൻ കഴിയണം. അതിന് സർക്കാരിന്റെ പിന്തുണ ആവശ്യമാണ്. ഒപ്പം വില സ്ഥിരത ഉറപ്പുവരുത്താനും സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമുണ്ട്. ഇവിടെ താങ്ങുവിലയുടെ കാര്യം പറഞ്ഞു. താങ്ങുവില BJP 2014 നൽകിയിട്ടുള്ള വാഗ്ദാനം എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ആ വാഗ്ദാനം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് 50% എന്നാണ്. ഉൽപാദന ചെലവും പിന്നെ അതിന്റെ പകുതിയും ചേർത്ത്. അത് സ്വാമിനാഥൻ കമ്മീഷന്റെ ശുപാർശയാണ്. അതിൽ നിന്ന് അവർ പിന്നാക്കം പോയി. താങ്ങുവില എന്ന് പറഞ്ഞാൽ ഉൽപാദന ചെലവ് കണക്കാക്കുന്നതിൽ ഭൂമിയുടെ ഘടകം അവര് ഉപേക്ഷിച്ചു. അങ്ങനെ വെള്ളം ചേർത്തു. അപ്പൊ നാമമാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ താങ്ങുവില. ഇന്ന് മിനിസ്റ്റർ പറഞ്ഞ ഞാൻ ബഡ്ജറ്റിൽ നിന്നൊരു വാചകം വായിച്ചാൽ, പക്ഷേ മിനിസ്റ്റർ അപ്പോൾ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥമാണോ എന്ന് ചിന്തിക്കേണ്ടി വരും. കാരണം 1.5 times ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അക്രോസ് ഓൾ കമ്മോഡിറ്റീസ് ഉറപ്പുവരുത്താൻ സാധിച്ചിരിക്കുന്നുവെന്നാണ് പറയുന്നത്. ഏകദേശം സ്വാമിനാഥൻ കമ്മീഷന്റെ ഫോർമുല പാലിച്ചു എന്നാണ് ഇന്ന് ധനകാര്യമന്ത്രി പറയുന്നത് ബഡ്ജറ്റിൽ. തെറ്റാണ്. കാരണം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണക്കാക്കുന്നത് സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞ പോലെയല്ല. അതിനേക്കാൾ കുറച്ചാണ് ഇവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണക്കാക്കുന്നത്. എന്നിട്ടാണ് ഇവർ ഈ അവകാശവാദം ഉന്നയിക്കുന്നത്. അപ്പൊ ഇനി ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ആത്മനിർഭർ പാക്കേജിൽ കൃഷിക്ക് എത്രയായിരുന്നു ഇവര് നീക്കിവെച്ചത് ഓർക്കുന്നുണ്ടോ? 1 ലക്ഷം കോടിയായിരുന്നു. 2020 മെയ്യിൽ ആത്മനിർഭർ പാക്കേജ് പ്രഖ്യാപിച്ചപ്പോൾ 1 ലക്ഷം കോടി, വലിയ പ്രഖ്യാപനം. BJP-ക്കാരെല്ലാം കൈയടിച്ചു. ഇപ്പോ എത്ര ചെലവഴിച്ചു? 8 മാസം കൊണ്ട് ചെലവഴിച്ചത് 3000 കോടി എന്ന് പറഞ്ഞാൽ 1%. ഇങ്ങനെയാണെങ്കിൽ എത്ര വലിയ പ്രഖ്യാപനം നടത്താം. അപ്പോൾ പ്രഖ്യാപനങ്ങൾ നടത്തുക, പാക്കേജിങ് നന്നായിട്ട് ചെയ്യാൻ ഈ ധനകാര്യമന്ത്രിക്കും മോദി സർക്കാരിനും അറിയാം. അവർ പ്രഖ്യാപനം നടത്തുന്നു. യഥാർത്ഥത്തിൽ അത് എത്തുന്നുണ്ടോ? കാർഷിക മേഖലയിൽ എത്തുന്നുണ്ടോ? 1 ലക്ഷം കോടി പ്രഖ്യാപിച്ചു. 3% ചെലവഴിച്ചിട്ടുള്ളത്. വീണ്ടും 1 ലക്ഷം കോടി പ്രഖ്യാപിക്കുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ബജറ്റിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കൂടി വരേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത്. ഒന്ന്, ഇവിടെ പറഞ്ഞതുപോലെ ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത് ഏത് പശ്ചാത്തലത്തിലാണ്? അരനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ മാന്ദ്യത്തിലേക്ക് ഇന്ത്യ എത്തിച്ചേർന്ന ഒരു പശ്ചാത്തലം. ആദ്യ പാദത്തിൽ 24%, രണ്ടാം പാദത്തിൽ 10% ഇടിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മൊത്തം എടുത്താൽ സർക്കാരിന്റെ ഏറ്റവും യാഥാസ്ഥിതികമായ കണക്കനുസരിച്ച് പോലും 7%-ലധികം ഇടിവുണ്ടാവുന്നു. ലോകത്തെ 20 പ്രധാനപ്പെട്ട സമ്പദ്ഘടനകൾ രാജ്യങ്ങൾ എടുത്താൽ ഏറ്റവും വലിയ വളർച്ച ഇടിവുണ്ടായ രാജ്യം ഇന്ത്യയാണ് എന്നോർക്കണം. തൊട്ടപ്പുറത്താണല്ലോ ചൈന. 3.2% അവരുടെ GDP ഇതേ കാലത്ത് വളർന്നത്. ഇവിടെ -7.7 ആയി തീരുമെന്നാണ് ഇപ്പൊ പ്രവചിക്കുന്നത്. അപ്പോഴാണ് അവിടെ 3% വളരുന്നത് നമ്മൾ ഓർക്കണം. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. വലിയ വ്യാപകമായിട്ടുള്ള ദുരിതത്തിലാണ് ജനങ്ങൾ. കോവിഡ് മഹാമാരിക്ക് മുമ്പ് തന്നെ തൊഴിലില്ലായ്മ 45 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. സാമ്പത്തിക വളർച്ച 11 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിലയിലാണ്. ലോക്ക്ഡൌണും, അശാസ്ത്രീയമായ ലോക്ക്ഡൌണും, അതുപോലെ തന്നെ കോവിഡ് മഹാമാരിയും എല്ലാം വന്നപ്പോൾ ആളുകൾക്ക് കോടിക്കണക്കിന് ആളുകൾ തൊഴിൽ രഹിതരായി. അതുപോലെ അവരുടെ പണിയും ഉപജീവന മാർഗങ്ങളും വരുമാനവും നഷ്ടപ്പെട്ടു. കൊടിയ ദാരിദ്ര്യത്തിലായിട്ട് ആളുകൾ ഒരു ഭാഗത്ത് മാറി. മറുഭാഗത്തോ ഇതേ കാലയളവിൽ തന്നെയാണ് ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ സ്വത്ത് വർദ്ധിച്ചത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അംബാനിയുടെ സ്വത്ത് 71%, അദാനിയുടെ സ്വത്ത് 63% വർദ്ധിച്ചു എന്ന് ഓക്സ്ഫാം ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് അരുൺ വായിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഒരു ഭാഗത്ത് ശതകോടീശ്വരന്മാരുടെ സ്വത്ത് കുമിഞ്ഞു കൂടുന്നു, മറുഭാഗത്ത് ആളുകളുടെ പണിയും വരുമാനവും ഉപജീവന മാർഗവും ഇടിയുന്നു. ഈ സന്ദർഭത്തിൽ ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്തായിരുന്നു? ഈ ശതകോടീശ്വരന്മാർക്ക് മേൽ
കൂടുതൽ നികുതി ചുമത്തിക്കൊണ്ട് അവരുടെ വരുമാനത്തിന് ഒരു നിശ്ചിത പരിധിക്ക് പുറത്തുള്ള വരുമാനത്തിന് സെസ്സോ സർചാർജോ ഒക്കെ ചുമത്തിക്കൊണ്ട് വിഭവ സമാഹരണം നടത്തി പൊതുനിക്ഷേപം വർദ്ധിപ്പിക്കുക. കോവിഡ് മൂലം പണി നഷ്ടപ്പെട്ട ദുരിതത്തിലായിട്ടുള്ള ആളുകൾ, ഇൻകം ടാക്സ് വാങ്ങുന്നവരൊഴികെ എല്ലാവർക്കും ക്യാഷ് ട്രാൻസ്ഫർ പ്രതിമാസം 7,500 രൂപയെങ്കിലും ക്യാഷ് ട്രാൻസ്ഫർ നടത്തുക. ഇത് ലോകത്തെ പല രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ക്യാഷ് ട്രാൻസ്ഫർ കൊടുക്കുക. അതുപോലെ തന്നെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെ നഗരമേഖലയിൽ ഒരു തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കി തൊഴിലും വരുമാനവും ഉറപ്പാക്കുക. അങ്ങനെ ആളുകളുടെ കയ്യിൽ പണം എത്തിക്കുക, അവരുടെ വാങ്ങൽ ശേഷി കൂട്ടുക. അതുവഴി വിപണിയെ ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ച കൈവരിക്കുക. ഈ നിലയിൽ ഒരു സമീപനം സ്വീകരിക്കുന്നതിന് പകരം എന്താ ചെയ്തത്? ഈ പ്രതിസന്ധിയെ അവശേഷിക്കുന്ന പൊതു സ്വത്ത് കൂടി ഈ മുതലാളിമാർക്ക് കൈയടക്കാൻ ഉള്ള അവസരമാക്കി മാറ്റി. അത് അവരെ ഏൽപ്പിക്കാൻ വളരെ പ്രസക്തമായ ഈ ഭാഗം എങ്ങനെയാണ് ഇത് ഈ ബഡ്ജറ്റിനെ വിലയിരുത്തേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പല വിദഗ്ധന്മാരും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതൊരു തുടർച്ചയായ ബഡ്ജറ്റാണ്. പ്രോ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി ബഡ്ജറ്റിന്റെ ഒരു തുടർച്ചയാണ്. ഇതിൽ അസാധാരണമായുള്ളത് ആകെ ആരോഗ്യ മേഖലയ്ക്ക് മാറ്റിവെച്ചിരിക്കുന്നത് മാത്രമാണ് എന്നാണ് ചില വിദഗ്ധന്മാർ പറയുന്നത്. ഞാൻ അതിലേക്ക് വരാം. നമുക്കിപ്പം സാമ്പത്തിക വിദഗ്ധനായ കെൻ ഹരിലാൽ കൂടിയുണ്ട്. ശ്രീ കെൻ ഹരിലാൽ, ഈ ബഡ്ജറ്റിനെ താങ്കൾ എങ്ങനെയാണ് ആദ്യം തന്നെ അതിന്റെ രാഷ്ട്രീയ സ്വഭാവത്തെ വീക്ഷിക്കുന്നത്? നമ്മൾ അതിന്റെ സാമ്പത്തിക വിഭാഗത്തിലേക്ക് വന്നാൽ ഈ ബഡ്ജറ്റ് നേരത്തെ വി ഡി സതീശൻ പറഞ്ഞതുപോലെ ധനക്കമ്മി ലോക ചരിത്രത്തിൽ 2 ഡിജിറ്റ് കടന്നിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യ പോയിരിക്കുന്നു. അതിന്റെ ആക്ച്വൽ ടേംസ് എസ്റ്റിമേറ്റ് 9.5 ആണെങ്കിലും നേരത്തെ പറഞ്ഞ ഈ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അടക്കമുള്ള ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങും കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ അത് 11% മുകളിലേക്ക് പോകുമെന്നുള്ള ഭീതിപ്പെടുത്തുന്ന ഒരു കണക്ക് ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് 7.7% എന്നുള്ള ഒരു വളർച്ചാ നിരക്കിന്റെ കുറവ്, -7.7% എന്നുള്ള വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുന്നു. അത് തന്നെ ആക്ച്വൽ ആണോ എന്ന് നമുക്കറിയില്ല, കാരണം ആദ്യ ക്വാർട്ടറിൽ ഇത്തരത്തിലുള്ള സർവേകളൊന്നും നടന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ബഡ്ജറ്റ് താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ കാഴ്ചപ്പാടിലൂടെ? വളരെ അസാധാരണമായ ബജറ്റ് ആയിരിക്കും ഇതെന്ന് ധനമന്ത്രി നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ആ തരത്തിലുള്ള അസാധാരണത്വമൊന്നും ഈ ബജറ്റിൽ കാണാൻ കഴിഞ്ഞില്ല. ഏകദേശം എക്സ്പെക്ടഡ് ലൈൻസിലാണ് ബജറ്റ് പോയത്. ഇവിടെ ശ്രീ വി ഡി സതീശനും അതുപോലെ തന്നെ ശ്രീ രാജേഷും കുറേയധികം കാര്യങ്ങൾ പൊതുവെ പരാമർശിക്കേണ്ടത് പറഞ്ഞു പോയത് കൊണ്ടത് ആവർത്തിക്കുന്നില്ല. അതില് ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നുന്നത്, ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ വളർച്ച സംബന്ധിച്ചിട്ടുള്ള എസ്റ്റിമേറ്റുകളുടെ പരിമിതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ സംസാരിച്ചിട്ടുണ്ട്. അത് ഡോക്ടർ അരുൺകുമാർ ഒരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചു. അതെ, അവിടെ നമ്മൾ കാണുന്നത് ഈ വളർച്ചാ നിരക്കുകൾ ഇത്രയേ കുറഞ്ഞുള്ളൂ, -7% ഉള്ളൂ എന്നൊക്കെ പറയുന്നത് ഈ ഔദ്യോഗിക ഫോർമൽ സെക്ടറിനെ അടിസ്ഥാനമാക്കിയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ അനൗപചാരിക മേഖല ഇൻഫോർമൽ സെക്ടർ വലിയ ദുരന്തത്തിലാണ്. അത് നേരത്തെ തുടങ്ങിയതാണ്. GST നടപ്പിലാക്കിയത് നമ്മുടെ ഇൻഫോർമൽ സെക്ടറിനെ വളരെ പ്രതികൂലമായി ബാധിച്ചു. നോട്ട് നിരോധനം പ്രതികൂലമായി ബാധിച്ചു. തുടർന്ന് വന്ന കോവിഡ് മഹാമാരിയുടെ കാലത്ത് വളരെ വലിയ തകർച്ചയാണ് ഈ മഹാഭൂരിപക്ഷം ജനങ്ങൾ ആശ്രയിക്കുന്ന ഇൻഫോർമൽ സെക്ടറിനെ ബാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇൻഫോർമൽ സെക്ടറിന്റെ തകർച്ച ചില മേഖലകളിൽ ഫോർമൽ സെക്ടറിന് വളർച്ച ഉണ്ടാക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു വലിയ ഗുരുതരമായ സാഹചര്യം ഇന്ത്യൻ ഗ്രാമങ്ങളെ, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളെ ബാധിക്കുന്നതിനെ അഡ്രസ് ചെയ്യാൻ ഈ ബജറ്റ് ശ്രമിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ വലിയ എക്സ്പാൻഷൻ വരും, അതുപോലെ തന്നെ ഈ നേരിട്ട് പണം എത്തിക്കുന്ന ഡയറക്ട് മണി ട്രാൻസ്ഫറിന്റെ പല രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ ഇൻഫോർമൽ സെക്ടറിൽ ഉള്ള ചെറിയ ചെറിയ എന്റർപ്രൈസസ് എല്ലാം വലിയ കടത്തിലാണ്, അവയെല്ലാം പൂട്ടിയിരിക്കുക. അവയുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നതിനുള്ള ശ്രമം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. അതൊന്നും ഉണ്ടായില്ല. മറിച്ച് ഈ ബജറ്റ് അഭൂതപൂർവമാവുന്നത്, വ്യത്യസ്തമാവുന്നത് ഒരു തരത്തിലാണ്. തീർച്ചയായിട്ടും പ്രൈവറ്റൈസേഷന്റെ ഒരു തുടർച്ചയുണ്ട്. പക്ഷെ പ്രൈവറ്റൈസേഷന്റെ സ്കെയിലെല്ലാം വളരെ വലിയ രീതിയിൽ ഉയർത്തിയിരിക്കുകയാണ്. അതായത് ഈ കോവിഡ് കാലഘട്ടത്തിൽ ജനങ്ങൾ ഒരുപക്ഷെ അതിനെ എതിർക്കത്തില്ല എന്നുള്ള തോന്നലുകൊണ്ടായിരിക്കും 2 പൊതുമേഖലാ ബാങ്കുകൾ നേരത്തെയുള്ള IDBI ബാങ്കിനോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. LICയുടെ IPO ഉണ്ടാവുന്നു. 2 ഇൻഷുറൻസ് കമ്പനികളുടെ സ്വകാര്യവൽക്കരണം ഉണ്ടാകുന്നു. പോർട്ടുകൾ, വിമാനത്താവളങ്ങൾ, അതുപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ, ദേശീയപാത തുടങ്ങി PCL, അതെ, ആസ്തികളുടെ വലിയ തരത്തിൽ വലിയ തോതിലുള്ള വിൽപ്പന സംഭവിക്കുന്നു.
യഥാർത്ഥത്തിൽ ഇതാണ് ഒരുപക്ഷെ നമ്മുടെ ഓഹരി കമ്പോളത്തെ ഇപ്പോ സന്തോഷിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അരുൺ നേരത്തെ ശ്രീ രാജേഷിനോട് ചോദിച്ചു, ഈ 1.6 ലക്ഷം കോടി രൂപയുടെ അധിക വായ്പ നമ്മള് കാർഷിക മേഖലയ്ക്ക് കൊടുക്കാൻ പോകും. ഇതൊരു ബജറ്റ് പ്രഖ്യാപനമാണ്. നേരത്തെ ഈ മിനി ബജറ്റുകൾ ഇതുപോലെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നമ്മുടെ ബാങ്കിങ് മേഖലയെ അധികരിച്ച് പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്രമന്ത്രിമാർ പലപ്പോഴും LICയെയും ഇൻഷുറൻസ് കമ്പനികളെയും പൊതുമേഖലാ ബാങ്കുകളെയും ആശ്രയിച്ചുകൊണ്ടാണ് വലിയ പരിപാടികളൊക്കെ പ്രഖ്യാപിക്കാറുള്ളത്. ആ സ്പേസ് കൂടി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിവേഗം. ഒരുപക്ഷെ ഇത് UPA ഗവൺമെന്റ് കാലത്ത് തന്നെ തുടങ്ങിയതാണ്. പക്ഷെ ഇത്ര ഭീകരമായ രീതിയിൽ അതിവേഗം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രധാനപ്പെട്ട തൂണുകളെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു ബജറ്റാണ് വന്നിരിക്കുന്നത്. രണ്ടാം ഊഴത്തിലേക്ക് വരുമ്പോൾ എനിക്കൊന്നു ഈ വിഷയം നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ശ്രീ PK കൃഷ്ണദാസ്, BJP പ്രതിനിധി, ഈ ചോദ്യങ്ങൾക്കും ഈ സംശയങ്ങൾക്കും ഉത്തരം നൽകാനായി നമുക്കൊപ്പമുണ്ട്. ശ്രീ PK കൃഷ്ണദാസ്, ഞാൻ അതിവേഗം അങ്ങയിലേക്ക് വരാം. കാരണം രണ്ടാം ഊഴത്തിൽ അങ്ങുകൂടി വന്നതുകൊണ്ട് ഈ ചർച്ച കൂടുതൽ സജീവമായി ഈ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനുള്ള മറുപടിയായി തന്നെ നമുക്ക് രണ്ടാം ഘട്ടത്തിൽ തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ വേഗം ഒരു ചെറിയ ഇടവേള എടുക്കുന്നു. കാരണം രണ്ടാം ഊഴത്തിൽ നമുക്ക് ഇടവേളകൾ ഇല്ലാതെ മുന്നോട്ട് പോകാം. പ്രേക്ഷകർ നിരവധി സംശയങ്ങളും ചോദിക്കുന്നുണ്ട്. ഞാൻ വളരെ വേഗം തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നമുക്കൊപ്പം VD സതീശൻ, കോൺഗ്രസ് പ്രതിനിധി, CPM-ൽ നിന്നും MP രാജേഷ്, BJP-ൽ നിന്നും PK കൃഷ്ണദാസ്, സാമ്പത്തിക വിദഗ്ധനായ KN ഹരിലാൽ ചേരുന്നു ഈ ബഡ്ജറ്റ് സായാഹ്നത്തിൽ. ശ്രീ PK കൃഷ്ണദാസ്, VD സതീശനും MP രാജേഷും KN ഹരിലാലും പറഞ്ഞത് അങ്ങ് കേട്ടിട്ടുണ്ടാവും. 6 പില്ലറുകൾ ഉണ്ട് എന്ന് പറഞ്ഞാണ് ധനമന്ത്രി ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച് തുടങ്ങിയത്. യഥാർത്ഥത്തിൽ അടിസ്ഥാനമില്ലാത്ത തൂണുകൾ മാത്രമുള്ള ബഡ്ജറ്റായി മാറിയോ? ബ്രേക്ക് ഡൗണിന് വേണ്ടി വണ്ടി കൊണ്ടുവരുമ്പോൾ ഹോൺ വെച്ചു കൊടുക്കുന്ന ഒരു വർക്ക്ഷോപ്പ് ഗാരേജ് ഓപ്പറേറ്ററുടെ അവസ്ഥയിലായിരുന്നു നിർമ്മലാ സീതാരാമൻ എന്ന് അല്പസമയം മുമ്പാണ് ശശി തരൂർ പരിഹസിച്ചത്. എന്താണ് അവസ്ഥ? ഒന്ന്, ഞാൻ കോൺഗ്രസ് നേതാവ് എൻ്റെ സുഹൃത്തും കൂടിയായ ശ്രീ VD സതീശനും അതുപോലെ CPM നേതാവും എൻ്റെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള ശ്രീ MP രാജേഷും പറഞ്ഞതെന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല. ശ്രീമാൻ ഹരിലാൽ, നമ്മുടെ സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള ശ്രീമാൻ ഹരിലാൽ പറഞ്ഞതിൻ്റെ അവസാനത്തെ വാചകങ്ങൾ മാത്രമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ശ്രീ അരുൺ അവർ സൂചിപ്പിച്ചതായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിൽ കോൺഗ്രസിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് അത്ര മാത്രമേ പറയാൻ സാധിക്കൂ. നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയും തമാശ കലർന്ന ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്കും LDFനും ഇതുപോലത്തെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത്ഭുതം തോന്നിയേക്കാം. പക്ഷെ അത് പുറത്തു പറയാൻ അവർക്ക് കഴിയില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചും അവരുടെ 60 വർഷക്കാലം രാജ്യം ഭരിച്ചിരുന്ന പാർട്ടിക്ക് ഇതുപോലത്തെ ഒരു ബഡ്ജറ്റിലെ പ്രഖ്യാപനവും പദ്ധതികളും അവർക്ക് സ്വപ്നം കാണാൻ കഴിയാത്തതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് നമ്മുടെ ധനമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റ് നമ്മുടെ കൊറോണ മഹാമാരി നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ആഘാതത്തിൽ നിന്നും പൂർണ്ണമായി മുക്തമാക്കി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നയിക്കുന്ന ഒരു കായകൽപ്പ ചികിത്സയാണ് ഈ ബഡ്ജറ്റ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ കേവലം 6 തൂണുകൾ എന്ന് പറയുകയുണ്ടായി. 6 തൂണുകളിൽ ഊന്നു നിന്നുകൊണ്ട് 6 മേഖലകളിൽ ഊന്നു നിന്നുകൊണ്ട് ആ മേഖലയിലെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് ഉതകുന്ന പദ്ധതിയും പണവും പരിപാടിയും അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ബഡ്ജറ്റാണ് ഇന്ന് ധനമന്ത്രി അവതരിപ്പിച്ചത്. ഇപ്പോൾ ഒന്നാമത്തെ അതിൽ ശ്രീ രാജേഷിനും ശ്രീ MP രാജേഷിനും എൻ്റെ സുഹൃത്ത് ശ്രീ VD സതീശനും അക്കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല. കാരണം ഈ രണ്ടുപേരും നന്നായിട്ട് പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന നേതാക്കന്മാരാണ്. അപ്പോൾ സ്വാഭാവിക, പക്ഷെ അവർക്ക് പുറത്തു പറയാനും സമ്മതിക്കാനും ഇത്തിരി പ്രയാസം ഉണ്ടാകും. ഇപ്പം നോക്കൂ, ഒന്നാമത്തെ മേഖല, ഒന്നാമത്തെ തൂണ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയാണ്. ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ 2,32,000 കോടി രൂപയാണ് ഇപ്പോൾ നീക്കിവെച്ചിട്ടുള്ളത്. അതും നമ്മുടെ 6,25,000 ഗ്രാമങ്ങളിൽ അടക്കമുള്ള ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നമ്മുടെ പദ്ധതി പ്രഖ്യാപിച്ചത്. ഇപ്പം പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖലകളിലെ നമ്മുടെ ആശുപത്രികളുടെ സംവിധാനങ്ങളും ഒക്കെ മെച്ചപ്പെടുത്താനുള്ള പദ്ധതി വിഹിതം നമ്മുടെ ഈ ബഡ്ജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. മാത്രമല്ല, കോവിഡ് വാക്സിന് വേണ്ടിയിട്ട് 35,000 കോടിയും നീക്കിവെച്ചായി നമുക്കറിയാം. അതുകൊണ്ട് ഒന്നാമത്തെ മേഖലയായ ആരോഗ്യ മേഖലക്ക് നമ്മുടെ
സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും കോടി തുക നീക്കിവെക്കുന്നത് ആദ്യത്തേതാണ്. ശ്രീമാൻ വി ഡി സതീശൻ ഒരു പക്ഷേ 60 കൊല്ലം രാജ്യം ഭരിച്ച പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലക്ക് അദ്ദേഹത്തിന് അത്ഭുതം ഉണ്ടാവും. കാരണം കഴിഞ്ഞ ബഡ്ജറ്റിൽ 94,000 കോടി രൂപയായിരുന്നു ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി നീക്കിവെച്ചത്. ഇപ്പോഴത്തെ ബഡ്ജറ്റ് വിഹിതം കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റ് വിഹിതത്തിൻ്റെ 137% വർധനവുണ്ട്. രണ്ടാമത്തെ മേഖല അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ്. ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ കൊറോണ എല്ലാ മേഖലകളും നേരത്തെ ശ്രീമാൻ ഹരിലാൽ, സാമ്പത്തിക വിദഗ്ധൻ ഹരിലാൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇൻഫോർമൽ മേഖലയിലും ഫോർമൽ മേഖലയിലും എല്ലാ മേഖലയിലും വലിയ ആഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്, തൊഴിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതുമൂലം വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആ മേഖലയിലുണ്ട്. പക്ഷേ 27.1 ലക്ഷം കോടിയുടെ ആത്മനിർഭരൻ പാക്കേജിൽ ഈ നമ്മുടെ അസംഘടിത മേഖലയിലെ പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, തൊഴിൽ ലഭിക്കാൻ MSME പോലുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ തുക നമുക്ക് ആത്മനിർഭർ ഭാരത് പാക്കേജ് നേരത്തെ നീക്കിവെച്ചിരുന്നു. ആ ആത്മനിർഭർ പാക്കേജ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ബഡ്ജറ്റാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് MSMEയുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ട്, ആ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, തൊഴിലാളി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ വിഹിതം നമ്മുടെ ആത്മനിർഭരൻ പാക്കേജിൽ ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 10 കോടിയിലധികം വരുന്ന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന മേഖലയാണ് MSME. അപ്പോൾ അവിടെയുള്ള ആ മേഖലയുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട്, ഉത്തേജനത്തിന് വേണ്ടിയിട്ടുള്ള പാക്കേജും പദ്ധതികളും പണവും ആത്മനിർഭര പാക്കേജ് ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട്. അതാണ് രണ്ടാമത്തെ മേഖല, രണ്ടാമത്തെ തൂണെന്ന് പറയുന്നത്. ആ മേഖലയ്ക്ക് വേണ്ടി എത്ര കോടിയാണ് നീക്കിവെച്ചിരിക്കുന്നത് ശ്രീ സതീഷ്? ഏതാണ്ട് 5 ലക്ഷം കോടിയിലധികം തന്നെ നമുക്ക് ഈ പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ സാധിക്കും. ഒന്ന് ഇടപെട്ടോട്ടെ. കാര്യം അങ്ങ് ആരോഗ്യ മേഖലയെ കുറിച്ച് പറഞ്ഞത് വളരെ പോസിറ്റീവായ അഭിപ്രായം ഇതിനകം തന്നെ വിദഗ്ധർ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങ് ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ തൂണിന്റെ 5 ലക്ഷം കോടി രൂപയുടെ സോഴ്സ് എവിടെ നിന്നാണ്? DFI ആണല്ലോ അങ്ങ് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ DFI? നിങ്ങൾ കേരളത്തിൽ എതിർക്കുന്ന കിഫ്ബി മോഡൽ അതല്ലേ? അല്ല, അത് നിങ്ങൾ സാമ്പത്തിക സമാഹരണത്തെക്കുറിച്ചാണ് ശ്രീ അരുൺ താങ്കൾ സൂചിപ്പിക്കുന്നത്. അതിനു മുമ്പ് താങ്കൾ സാമ്പത്തിക സമാഹരണത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഞാനത് പിന്നെ അതിലേക്ക് വരാം. പക്ഷെ ഞാൻ സൂചിപ്പിക്കുന്ന നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞു, ശ്രീമാൻ VD സതീശനും ശ്രീ MP രാജേഷും പ്രധാനമായി ഉന്നയിച്ച ആരോപണം തൂണുകളില്ല എന്നുള്ളതാണെന്നാണ്. പക്ഷെ തൂണുകളുണ്ട്. ആ തൂണുകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ മേഖലയിൽ, നമ്മുടെ മേഖലയിൽ ഇപ്പോൾ ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ മേഖല എന്ന് പറയുമ്പോൾ സീപോർട്ടും എയർപോർട്ടും റെയിൽവേയും ഹൈവേയും, ഈ മേഖലയിൽ വികസനം എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഉത്തേജനം ഉണ്ടാകുന്നു മാത്രമല്ല, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും, മാർക്കറ്റിലേക്ക് പണം ഒഴുകും, മാർക്കറ്റ് ചലനാത്മകമായി മാറും, ക്രയവിക്രയശേഷി വർദ്ധിപ്പിക്കും, ഡിമാൻഡ് ഉണ്ടാകും, വികസനം ഉണ്ടാകും. ഇതൊരു സാമ്പത്തിക ശാസ്ത്രം. ശ്രീമാൻ ഹരിലാലിന് ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ ഇക്കാര്യത്തെക്കുറിച്ച് ആധികാരികമായി പറയാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ഇന്നത്തെ സാമ്പത്തികമായിട്ടുള്ള ഈ മേഖലയിലുള്ള മാന്ദ്യം പരിഹരിച്ചുകൊണ്ട് നമ്മുടെ ഒരു ന്യൂ ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റിലേക്ക് രാജ്യത്തെ നയിക്കാൻ ഉതകുന്ന നിർദ്ദേശങ്ങളാണ് നാം ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നീക്കിവെച്ചത്. ഒരു നിമിഷം അതിഥികളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. കാരണം അങ്ങ് ഇത്രയും പറഞ്ഞതിൽ നിന്ന് മറ്റുള്ളവർ കൂടി അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും. പ്രത്യേകിച്ച് VD സതീശൻ ഇതൊരു കായകൽപ്പ ചികിത്സ എന്ന രീതിയിലാണ് BJP പ്രതിനിധി അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. കൃഷ്ണദാസ് പറയുമ്പോൾ അതിൽ ഒരു ഉത്തേജനത്തിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാഷ് ഫ്ലോ ഉറപ്പാക്കിയിട്ടുണ്ട് ഈ ബഡ്ജറ്റ് എന്നാണ് ശ്രീ VD സതീശൻ. ഒരു കാരണവശാലും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ അപ്രോച്ച് വളരെ വ്യക്തമാണ്. ഗവൺമെൻറ്റിന് ഒരു ഫിസ്ക്കൽ കൺട്രോൾ ഇല്ല, ധനനിയന്ത്രണം ഇല്ല, കൺട്രോൾ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഇത്രമാത്രം ധനക്കമ്മി ഉയർന്ന, ഇത്രമാത്രം റവന്യൂ കമ്മി വർദ്ധിച്ച ഒരു ബജറ്റിലെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്, അതായത് അടുത്ത വർഷത്തേക്ക് ചിലവാക്കും അല്ലെങ്കിൽ അടുത്ത വർഷത്തെ അലോക്കേഷൻ ഇത്രയാണ് എന്ന് പറയുന്നതിൻ്റെ വിശ്വാസ്യത ഗണ്യമായി കുറയും. കാരണം ഗവൺമെൻറ്റിന് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറത്തേക്കുള്ള കടമെടുപ്പും ഓഫ് ബജറ്റ് ടേക്കിങ്ങും എല്ലാമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സർക്കാരിന് ഈ പറയുന്ന പ്രഖ്യാപനങ്ങൾ നടത്താം എന്നല്ലാതെ ആ പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്. നമ്മളിത് പറയുന്നത് ധനക്കമ്മിയെക്കുറിച്ചും ഈ ഫിസ്ക്കൽ ടേംസ് ഉപയോഗിച്ച് കൂടുതൽ സങ്കീർണമാക്കാൻ വേണ്ടിയിട്ടല്ല, ചർച്ച സങ്കീർണമാക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. ഇതാണ് യഥാർത്ഥ ധനസ്ഥിതി. ആ ധനസ്ഥിതിയുള്ള ഒരു സർക്കാർ
5 ലക്ഷം കോടി കൊടുത്തു, 10 ലക്ഷം കോടി കൊടുത്തു എന്നുള്ള പ്രഖ്യാപനത്തിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ അപ്രോച്ച് എന്താണ് ഇത്തരം കാര്യങ്ങളിൽ. കാരണം ഇപ്പോൾ കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ലേബർ കോഡുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും 2 സുപ്രധാനമായ മേഖലകളിലെ നിയമനിർമ്മാണങ്ങളുണ്ടായി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ്റും ചെയ്യാത്ത രീതിയിലുള്ള കോർപ്പറേറ്റ് നയങ്ങളാണ് അവർ ചെയ്തത്. കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കർഷകരെ ദ്രോഹിക്കുന്ന കർഷക ബില്ല് കൊണ്ടുവന്നു. അതുപോലെ വലിയ പുത്തൻ മുതലാളി വ്യവസ്ഥയെ സഹായിക്കുന്നതിന് പ്രേരകമായിട്ടുള്ള ഇന്ത്യയിലുണ്ടായിട്ടുള്ള എല്ലാ ലേബർ നിയമങ്ങളും തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള ലേബർ നിയമങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. രാജ്യത്ത് പാർലമെന്റിലാണെങ്കിലും നിയമസഭകളിലാണെങ്കിലും ഉണ്ടായിട്ടുള്ളത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തൊഴിലാളി വിരുദ്ധ ലേബർ നിയമങ്ങൾ ഉണ്ടാകുന്നത്. അതായത് പ്രോ കോർപ്പറേറ്റ് ആണ്. അപ്പോൾ എല്ലാ സ്ഥലത്തെയും അപ്രോച്ച് ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാം സ്വകാര്യ മേഖലയിലേക്ക് മാറ്റുക എന്നുള്ളൊരു രീതി ഗവൺമെന്റ് അതിനു വേണ്ടിയിട്ടുള്ളൊരു ഫെസിലിറ്റേറ്ററുടെ റോളിലേക്ക് മാത്രമായി മാറിയിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ റോളും ഗവൺമെന്റിന്റെ ഇന്റർവെൻഷനും വളരെ ഗണ്യമായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യാഥാർത്ഥ്യ ബോധമില്ലാത്ത പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ അരുൺ പല പ്രാവശ്യം സൂചിപ്പിച്ചു. ഇത് എങ്ങനെ ചിരിച്ച് മണ്ണ് കപ്പിപ്പോയില്ല ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന കേൾക്കുമ്പോൾ. അടുത്ത മാസം മാർച്ചിലോ അല്ലെങ്കിൽ ഏപ്രിലോ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 4 സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കേരളം, ബംഗാൾ, ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് 2,25,000 കോടി രൂപയുടെ പാക്കേജ്. പാരഗ്രാഫ് 51 വായിച്ചപ്പോൾ നമുക്കിതിൻ്റെ ഗൗരവം മുഴുവൻ ചോർന്നുപോയി. ഏതെങ്കിലും ഒരു ഗവൺമെൻറ്, പല ഗവൺമെൻറ്റുകളും തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടൊക്കെ ബജറ്റൊക്കെ ഒന്ന് പൊലിപ്പിച്ചൊക്കെ കാണിക്കും, അതിലൊന്നും സംശയമില്ല. അടുത്ത ഒരു മാസത്തിനകം ഇലക്ഷൻ നടക്കാൻ പോകുന്ന 4 സംസ്ഥാനങ്ങളുടെ പേര് മാത്രം എടുത്തു പറഞ്ഞ ഒരു 51ാമത്തെ പാരഗ്രാഫ് ഉണ്ടാക്കി ഈ 4 സംസ്ഥാനത്തേക്ക് മാത്രമായി 2.25 ലക്ഷം കോടി കൊടുക്കുമെന്ന് പറയുമ്പോൾ എന്ത് ഗൗരവമുണ്ട് ഈ ബജറ്റ്, എന്ത് ഗൗരവമുണ്ട്. മാത്രമല്ല ഈ സംസ്ഥാനങ്ങളിലേക്ക് വെസ്റ്റ് ബംഗാൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും, ആസാം ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിലും തമിഴ്നാട്ടിലും അത്യാവശ്യം നന്നായി ദേശീയപാതാ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഞാൻ തിരിച്ചു വരാം ശ്രീ വി.ഡി. സതീശൻ. നമുക്കിപ്പോൾ എം.പി. രാജേഷ് കൂടിയുണ്ട്. എം.പി. രാജേഷ്, കായകൽപ്പ ചികിത്സ അങ്ങനെയാണ് പി.കെ. കൃഷ്ണദാസ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ ബഡ്ജറ്റിനെ കുറിച്ച് നിങ്ങൾക്കിതേ പറയാൻ കഴിയുകയുള്ളൂ എന്ന് പി.കെ. കൃഷ്ണദാസ് പറയുന്നു. ഈ പ്രഖ്യാപനങ്ങൾ കണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിലെ ധനമന്ത്രി പഠിക്കണം എന്നാണ് പി.കെ. കൃഷ്ണദാസിന്റെ പക്ഷം. പ്രഥമ ശുശ്രൂഷ എന്ന് പോലും പറയാൻ പറ്റില്ല. അത്രയും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. ആ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പ്രഥമ ശുശ്രൂഷ നൽകാൻ പോലും ഈ ബജറ്റ് കൊണ്ട് നിർമ്മലാ സീതാരാമന് കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയും. ഇവിടെ കൊട്ടിഘോഷിക്കുന്ന ആരോഗ്യ മേഖലയിലേക്കുള്ള അലോക്കേഷന്റെ കാര്യമെടുക്കുക. 137% വർധനവ്, എത്ര 2.23 ലക്ഷം കോടി അല്ലേ അരുൺ? ഫിഗർ എത്ര? 2.23 ലക്ഷം കോടിയല്ലേ? അതെ. ഇന്ത്യയുടെ GDP എത്രയാണ്? 200 ലക്ഷം കോടി. ഡോക്ടർ ഹരിലാൽ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ കറക്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 200 ലക്ഷം കോടി. അപ്പൊ എത്രയാണ് ആരോഗ്യ മേഖലയ്ക്കുള്ള അലോക്കേഷൻ? 1% അല്ലേ? 1%. നിങ്ങൾ ഓർക്കണം, ഇന്ത്യ ഇന്ന് ലോകത്ത് 158 രാജ്യങ്ങളുടെ പട്ടികയിൽ ആരോഗ്യ മേഖലയിലേക്കുള്ള ബജറ്റ് വിഹിതത്തിന്റെ കാര്യത്തിൽ 155-ാമതാണ്. 155-ാമതാണ്. ഓക്സ്ഫോം റിപ്പോർട്ട് 3-4 മാസം മുമ്പ് വന്നത് അരുൺ ഓർക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യക്കൊപ്പം 185-ാം റാങ്ക് പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനാണ്. നല്ല കൂട്ടാണ്. കാരണം ഇവിടെ ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയാണെങ്കിൽ അവിടെ താലിബാൻ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ വക്താക്കളാണ്. 2 കൂട്ടർക്കും ആരോഗ്യത്തിനൊന്നും കാശിയിൽ വഹിക്കുന്നതിൽ യാതൊരു താല്പര്യമില്ല, വിദ്യാഭ്യാസത്തിന് പിന്നെ ഒട്ടും ഉണ്ടാവില്ല. അപ്പോ 155-ാമത്തെ റാങ്കിൽ നിൽക്കുന്ന രാജ്യമാണ്. WHO നോംസ് അനുസരിച്ചാണെങ്കിൽ GDP-യുടെ 5% ആരോഗ്യ മേഖലയ്ക്ക് ചെലവഴിക്കേണ്ടതാണ്. ഇവിടെ നോക്കിയാൽ GDP-യുടെ 1% ആരോഗ്യ മേഖലയ്ക്ക് ചെലവഴിക്കുന്നത് എന്ന് നമ്മൾ കാണാം. ഇപ്പോൾ ഈ വലിയ അലോക്കേഷൻ വർധനവുണ്ടായിട്ടും ഏത് കാലത്താണ് മനുഷ്യരാശി നേരിട്ട ഏറ്റവും വലിയ മഹാമാരിയെ നേരിടുന്ന കാലത്താണ് ഈ 1% നിൽക്കുന്നത് എന്ന് നമ്മൾ ഓർമ്മിക്കണം. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. അത് ഈ പാക്കേജിന്റെ കാര്യം. അല്ല, ഇവിടെ ദേശീയപാതയ്ക്ക് 65,000 കോടി എന്ന് പറഞ്ഞു. സംഗതി ശരി, എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ദേശീയപാത ഒരു സംസ്ഥാനത്ത് മാത്രമായിട്ട് ഉണ്ടാക്കാൻ പറ്റും? ഒരു സംസ്ഥാനത്ത് മാത്രം പൈസ കൊടുത്തുകൊണ്ട് ദേശീയപാതയാവുമോ?
മുംബൈ കന്യാകുമാരി ഹൈവേക്ക് കേരളത്തിൽ മാത്രം 65,000 കോടി കൊടുത്താൽ മുംബൈയിൽ നിന്ന് ഇങ്ങോട്ടും പിന്നെ ഇവിടുന്ന് കന്യാകുമാരിക്കും ഉള്ള വിഹിതമില്ലേ? ഇങ്ങനെ ആരെങ്കിലും ബജറ്റിൽ ഇന്ന് വരെ വിഹിതം അനുവദിച്ചിട്ടുണ്ടോ? അപ്പൊ ഇത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ബീഹാർ പാക്കേജ് ഓർക്കുന്നില്ലേ? കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജമ്മു കാശ്മീർ പാക്കേജ് ഓർക്കുന്നില്ലേ? ആ പാക്കേജുകളിലേക്ക് പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീട് എന്തായി എന്നുള്ളത് ആർക്കെങ്കിലും അറിയാമോ? എവിടെയെങ്കിലും നടപ്പായിട്ടുണ്ടോ? അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. ഇനി എനിക്കൊരു വ്യത്യസ്ത അഭിപ്രായം ഉള്ളത്, ഇവിടെ ധനക്കമ്മിയെ കുറിച്ച് ഒക്കെ സതീശൻ ആവർത്തിച്ച് ഉത്കണ്ഠപ്പെടുകയുണ്ടായി. കടത്തെക്കുറിച്ചും ഞാനതിൽ വേറൊരു നിലയിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ധനക്കമ്മി ഉണ്ടാകുന്നു എന്നുള്ളതല്ല ആശങ്കപ്പെടേണ്ട കാര്യം. ധനക്കമ്മി എങ്ങനെ ഉണ്ടാകുന്നു, എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതാണ്. ധനക്കമ്മി ഉണ്ടാകുന്നത് സർക്കാർ കൂടുതൽ പണം ചെലവഴിച്ചിട്ടല്ല. സർക്കാർ പൊതുനിക്ഷേപം വർദ്ധിപ്പിക്കുകയും ചെലവുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ടല്ല ധനക്കമ്മി ഉണ്ടാകുന്നത്. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, വലിയ തോതിൽ നികുതി ഇളവുകൾ കൊടുത്തു. കോർപ്പറേറ്റ് നികുതി ഇളവുകൾ, സമ്പന്നർക്കുള്ള നികുതി ഇളവുകൾ. ഇപ്പൊ 2019 എന്ന് പറഞ്ഞാൽ 58 വർഷത്തിനിടയിൽ ആദ്യമായി പ്രത്യക്ഷ നികുതി വരുമാനം ഇടിഞ്ഞ ഒരു വർഷമാണ് 58 വർഷത്തിനിടയിൽ. കാരണം അത്രമാത്രം നികുതി ഇളവുകൾ കൊടുത്തു. അതാണ് ധനക്കമ്മിയുടെ ഒരു കാരണം, സമ്പന്നർക്കുള്ള ഇളവുകൾ. രണ്ടാമത്തെ കാരണം എന്താ? സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഫലമായി GST വരുമാനം ഉൾപ്പെടെ ഇടിഞ്ഞതാണ്. സമ്പദ്ഘടനയുടെ പരിതാപകരമായ സ്ഥിതിയാണ്. അതിന്റെ ഫലമായി വരുമാനം കുറയുന്നതാണ് കമ്മി കൂടാൻ കാരണം. അപ്പൊ കമ്മി കൂടുന്നു എന്നത് മാത്രം ഒരു പ്രശ്നമല്ല. കമ്മി അല്ല ഒരു ഇത് ഈ ഭാഗം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അപ്പൊ കമ്മി കൂടാനുള്ള കാരണം എന്ത് എന്നുള്ളതാണ് പ്രശ്നം. കമ്മി എങ്ങനെ നികത്താം, അല്ലെങ്കിൽ റിസോഴ്സ് മൊബിലൈസേഷൻ കൂടുതൽ എങ്ങനെ നടത്താം? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അത് ആവർത്തിക്കുന്നില്ല. സമ്പന്നരിൽ നിന്നും മറ്റും കൂടുതൽ നികുതി പിരിക്കേണ്ട സമയമാണിത്. രണ്ടാമത്തേത് കടത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. ഈ കടത്തിനും വെൽത്ത് ടാക്സ്, അതുപോലെ സർചാർജ്, ഇതൊക്കെ ആവാം സമ്പന്നർക്ക്. കടത്തിന്റെ കാര്യം അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് ഇതുപോലൊരു പ്രതിസന്ധിയുടെ മാന്ദ്യത്തിന്റെ കാലത്ത് കടം പെരുകുന്നു എന്നുള്ളതൊരു വലിയ പ്രശ്നമായിട്ട് കാണേണ്ട കാര്യമില്ല. കടം എടുത്ത് എന്തിന് ചെലവഴിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ കടമുണ്ടാവുന്നു എന്നതൊരു വലിയ പ്രശ്നമായിട്ട് സർക്കാർ യഥാർത്ഥത്തിൽ കടമെടുത്ത് തന്നെ വലിയ തോതിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുകയാണ് ഇന്ന് ചെയ്യേണ്ടത്. പക്ഷെ ഈ സർക്കാരിന് കടമെടുക്കേണ്ടി വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കമ്മി ഉണ്ടായതിന്റെ ഫലമായിട്ടാണ്. വലിയ തോതിൽ സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കുന്നുമില്ല എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ പോൾ ക്രൂഗ്മാനെ പോലുള്ള നൊബൽ സമ്മാന ജേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് സർക്കാരുകൾ ചെയ്യേണ്ടത് കടത്തെക്കുറിച്ച് ആലോചിച്ച് ഉത്കണ്ഠപ്പെട്ടിരിക്കുകയല്ല, കൂടുതൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഇടപെടുകയാണ്, കൂടുതൽ സർക്കാർ നിക്ഷേപം വർദ്ധിപ്പിക്കുക, ചെലവുകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സതീശൻ പറഞ്ഞതിനോട് ഞാൻ ആ അർത്ഥത്തിൽ വിയോജിക്കുന്നു. ഒരു വാചകം കൂടി ഈ FRBM ആക്ടിനെയും ഇവിടെ സതീശൻ വാഴ്ത്തുകയുണ്ടായി. എന്താണ് FRBM ആക്ട്? സർക്കാരുകൾ പണം ചെലവുകൾ ചുരുക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ളതാണ്. സർക്കാർ സാമ്പത്തിക പ്രവർത്തനത്തിൽ വല്ലാതെ ഇടപെടില്ല, പിൻവാങ്ങുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ളതാണ്. ആ FRBM ആക്ട് കോൺഗ്രസും BJPയും ഒരുപോലെ ആരാധിക്കുന്നതോ അല്ലെങ്കിൽ വാഴ്ത്തുന്നതോ ആണ്. ഇടതുപക്ഷത്തിന് FRBM ആക്ടിനോട് ഒരു യോജിപ്പും ഇല്ലാതെ മാത്രമല്ല അത് ചവറ്റുകൊട്ടയിൽ എറിയേണ്ട ഒന്നാണ്. സർക്കാരുകളുടെ മറുപടി പി കെ കൃഷ്ണദാസും ഒപ്പം അങ്ങ് ഉന്നയിച്ച ചില വിയോജിപ്പുകൾക്കുള്ള മറുപടി VD സതീശനും പറയട്ടെ. ഞാൻ ആദ്യം ശ്രീ ഹലാൽ ഒരു നിമിഷം ക്ഷമിക്കണം, കാരണം ഇവർ രണ്ടുപേരും ഒട്ടേറെ കാര്യങ്ങൾ പ്രധാനമായും BJP പ്രതിനിധിയോട് ചോദിക്കാൻ ബാക്കി വെച്ചിട്ടുകൊണ്ട് ഞാൻ നേരിട്ട് പി കെ കൃഷ്ണദാസിലേക്ക് പോകുന്നു. താങ്കളെ ബൈപ്പാസ് ചെയ്ത് അടുത്ത ഊഴത്തിൽ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. പി കെ കൃഷ്ണദാസ്, മറുപടികൾ. ഒന്ന്, ശ്രീ VD സതീശൻ സൂചിപ്പിച്ചത് ഇത് കേവലം പ്രഖ്യാപനങ്ങൾ മാത്രമാണ്, ഇതൊന്നും പ്രാവർത്തികമാകുന്നില്ല. അതിന് അദ്ദേഹം ഉദാഹരണമായി സൂചിപ്പിച്ചത് ഈ അടിസ്ഥാന മേഖലയിലെ വികസനം, അതായത് നമ്മുടെ നാഷണൽ ഹൈവേയുടെ വികസനത്തിന് വേണ്ടി 1100 കിലോമീറ്റർ റോഡിന് വേണ്ടി 65,000 കോടി നീക്കിവെച്ചു കേരളത്തിൽ. ഇതൊന്നും പ്രാവർത്തികമാകുന്നില്ല. എനിക്ക് അദ്ദേഹത്തിന് ഒരു തമാശയായിട്ടാണ് തോന്നിയത്. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ വാദമുഖം 100% ശരിയല്ല, അടിസ്ഥാനരഹിതമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ധരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി AICC പ്രഖ്യാപിച്ച, ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ മാറ്റിയിട്ട് പ്രഖ്യാപനം നടത്തിയ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് ഏതാണ്ട് 40 കൊല്ലക്കാലം മുടങ്ങിക്കിടന്ന നമ്മുടെ കൊല്ലം ബൈപ്പാസിൻ്റെ ഉദ്ഘാടനത്തിൽ ശ്രീ നിതിൻ ഗഡ്കരിയെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, നമ്മുടെ കേരളത്തിനോട് വലിയ ഉദാരപൂർണമായ നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. ഏതാണ്ട് 38,000 കോടി രൂപ ദേശീയപാത വികസനത്തിന് വേണ്ടി നിതിൻ ഗഡ്കരി ആ സ്റ്റേജിൽ വെച്ച് പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ പറയാത്തതടക്കം, അതായത് കരമന റോഡിൻ്റെ ആ വികസനവുമായി ബന്ധപ്പെട്ട തുകയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നിതിൻ ഗഡ്കരി 38,000 കോടി രൂപ പ്രഖ്യാപിച്ചത്.
നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കോൺഗ്രസ് നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതായത് ഈ അടിസ്ഥാന വികസനത്തിന് വേണ്ടി, പ്രത്യേക ദേശീയപാത വികസനത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ആ രംഗത്തൊരു വിപ്ലവകരമായ വിപ്ലവമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന കാര്യം സംശയമില്ലാതെ കോൺഗ്രസ് നേതാക്കൾ പോലും സമ്മതിച്ചത്. മാത്രമല്ല ശ്രീ വി ഡി സതീഷ്, നിങ്ങൾ പഠിക്കുന്ന ആളാണല്ലോ സാധാരണ. ഇതാ കഴിഞ്ഞ ആഴ്ച ഒരു കണക്ക് വന്നിരിക്കണം. ഒരാഴ്ച കൊണ്ട് 580 കിലോമീറ്റർ ദേശീയപാത നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് ഒരു വലിയ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുക. അതായത് 550 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ മുഴുവൻ ദൂരവുമാണ്, തെക്ക് നിന്ന് വടക്കോട്ടേക്ക് ദൂരമാണ്. ഒരാഴ്ച കൊണ്ടാണ് നിർമ്മിച്ചത്. ഈ മേഖലയിൽ, അടിസ്ഥാന മേഖലയിൽ വലിയ വികസനവും നിക്ഷേപവും നരേന്ദ്രമോദി സർക്കാർ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് ആർക്കും അക്കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. കാരണം ആലപ്പുഴ ബൈപ്പാസ് അടക്കമുള്ള കാര്യങ്ങൾ പോലും പൂർത്തീകരിച്ചപ്പോൾ മുഖ്യമന്ത്രി തന്നെ അഭിനന്ദിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ കേന്ദ്രത്തെ കൂടി. ഒരൊറ്റ കാര്യം ഇതിൽ വി ഡി സതീശൻ പറഞ്ഞത്, ഈ കേരളത്തിൽ മാത്രമായി 35,000 കോടി രൂപ അല്ലെങ്കിൽ 65,000 കോടി രൂപ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ്. ഇതിങ്ങനെ പച്ചയ്ക്ക് പറയാമോ എന്നാണ് വി ഡി സതീശൻ ചോദിച്ചത്. അല്ല, ഏതായാലും വി ഡി സതീശൻ ഒരു കാര്യം സ്വാഗതം ചെയ്യട്ടെ. ഈ 65 ശ്രീ അരുൺ, ശ്രീ MP രാജേഷും ശ്രീ വി ഡി സതീശനോട് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കും. ആയിക്കോട്ടെ, അതൊരു വെറും കേവലം പ്രഖ്യാപനമാണെങ്കിൽ അവരെ എതിർക്കട്ടെ. ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ 65,000 കോടി ബഡ്ജറ്റ് അലോക്കേഷനും 1100 കിലോമീറ്റർ റോഡ് നിർമ്മാണവും യാഥാർത്ഥ്യമാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെ അനുമോദിക്കേണ്ട. ഇത് സത്യസന്ധമാണ്, അടിസ്ഥാനപരമാണ് സമ്മതിക്കാൻ കേരളീയ സമൂഹത്തോട് പറയാൻ തയ്യാറുണ്ടോ? നമ്മുടെ കേരളത്തിലെ ധനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ കേന്ദ്ര ബഡ്ജറ്റ് ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ്. എന്നാൽ ഇന്നലെ വരെ കിട്ടിയതും ഇനി കിട്ടാനുള്ളതും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാൻ കേരളത്തിലെ ധനമന്ത്രി തയ്യാറാവുമോ? ഞാൻ സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയമൊക്കെ ഒരു ഭാഗത്ത്, പക്ഷെ നമ്മുടെ ഇന്നത്തെ ഒരൊറ്റ നിമിഷം സി പി കെ കൃഷ്ണദാസ്, 1% കുറയുന്നു സംസ്ഥാനങ്ങൾക്കുള്ള ധനവിഹിതം. 15ാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് കൂടി അംഗീകരിച്ചുകൊണ്ടാണ് ഈ ബഡ്ജറ്റിൽ ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. 42% 41%. കേരളം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കുമുള്ള വിഹിതം കൂടി കുറയുന്നുണ്ട് ഈ കോവിഡ് കാലത്തും. ഒരു കാര്യം ശ്രീ അരുൺ മനസ്സിലാക്കണം. അതിന് മുമ്പ് ഈ 14ാം ധനകാര്യ കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ 14ാം ധനകാര്യ കമ്മീഷനാണ് ഈ 42% സംസ്ഥാന വിഹിതം 42%ത്തിലേക്ക് ഉയർത്തിയത്. ശ്രീ അരുൺ, നമ്മുടെ 14ാം ധനകാര്യ കമ്മീഷനാണ് നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വിഹിതം 42% ഉയർത്തിയത്. 1 മുതൽ 11 വരെ ധനകാര്യ കമ്മീഷൻ കോൺഗ്രസിൻ്റെ കാലത്ത് ഏതെങ്കിലും ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശം കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ടോ? ഞങ്ങളാണ് 31% എന്നുള്ളത് 42%ത്തിലേക്ക് ഉയർത്തിയത്. അത് അഭിനന്ദിക്കുക. അത് പലപ്പോഴും നമ്മുടെ കേരളത്തിലെ ധനമന്ത്രി പലപ്പോഴായിട്ട് അക്കാര്യം സമ്മതിച്ചിട്ടുണ്ട്, അദ്ദേഹം അഭിനന്ദിച്ചിട്ടുണ്ട്. ഞാൻ അതിനെ സ്വാഗതം ചെയ്യുക. പക്ഷെ ഞാൻ ചോദിക്കുന്നത് 15ാം ധനകാര്യ കമ്മീഷൻ എന്തോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ 14ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് നമ്മുടെ ലോക്കൽ ബോഡി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി എല്ലാ മേഖലയിലും നമ്മുടെ ഈ കേന്ദ്ര വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഞാൻ പറഞ്ഞു വന്നത്, ഈ നരേന്ദ്രമോദി സർക്കാർ എന്താണോ പ്രഖ്യാപിച്ചത് അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത് മാത്രമേ പ്രഖ്യാപിക്കാറുള്ളൂ. ഇത് കോൺഗ്രസും അല്ല, മാർക്സിസ്റ്റ് പാർട്ടിയും അല്ല എന്നൊരു കാര്യം അവർ രണ്ടുപേരും മനസ്സിലാക്കുക. രണ്ടാമത്, കാർഷിക മേഖലയ്ക്ക് വേണ്ടി നീക്കിവെച്ചത്, ഉദാഹരണത്തിന് ശ്രീ വി ഡി സതീഷ്, നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. നിങ്ങൾ എത്രയാണ് നമ്മുടെ താങ്ങുവില ആ താങ്ങുവില നൽകാൻ വേണ്ടിയിട്ട് എത്ര കോടിയാണ് നീക്കിവെച്ചെന്നറിയോ? താങ്കൾക്കറിയാൻ സാധിക്കും, താങ്കൾ പഠിക്കുന്ന ആളാണ്. 16,000 കോടിയാണ്. ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ നെൽകൃഷിക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന 1,41,000 കോടിയാണ്. എത്ര മടങ്ങാ വർദ്ധിപ്പിച്ചത്? നിങ്ങൾ താങ്ങുവില ഇല്ലാതാക്കുമെന്ന് കാർഷിക നിയമത്തിലുണ്ട്, താങ്ങുവില ഇല്ലാതാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയും കർഷകരുടെ ഒരു വിഭാഗത്തെ സംഘടിപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചെങ്കോട്ടയിൽ പോലും അക്രമം നടത്താൻ തയ്യാറായിട്ടുള്ളത്. ഇത് കർഷകന്മാരുടെ താല്പര്യത്തിന് വേണ്ടിയല്ല ഈ സമരമെന്നും ഇതൊരു കലാപമാണെന്നും കർഷകന്മാരുടെ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ, അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ, ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്നും അവരെ മോചിപ്പിക്കാൻ, അവർക്ക് സ്വതന്ത്രമായ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള നിയമമല്ലേ ഇപ്പോൾ ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയത്? അത് കർഷകർക്ക് വേണ്ടിയുള്ള നിയമമല്ലേ? നിങ്ങൾ ഈ നിയമം വേണമെന്ന് നിങ്ങളെ പ്രകടനത്തിൽ ആവശ്യപ്പെട്ടതല്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയും നേരത്തെ ഇത്തരമൊരു കാർഷിക മേഖലയിലെ നിയമപരിഷ്കരണം ആവശ്യമാണെന്ന് പറഞ്ഞതല്ലേ? നിങ്ങൾക്ക് ഇച്ഛാശക്തിയില്ല, കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ നിങ്ങൾ നടപ്പാക്കിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് കർഷകർ ഞങ്ങളോടൊപ്പമാണ്, കർഷകർ നരേന്ദ്രമോദിയോടൊപ്പമാണ്. അതുകൊണ്ട് അവരുടെ ഉൽപാദനം, അവരുടെ കാർഷിക മേഖലയിൽ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുക, അവരെ ചൂഷണ വിമുക്തമാക്കുക, ഇടനിലക്കാരിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുക, ഇത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് ഈ കർഷക നിയമങ്ങൾ കൊണ്ടുവന്നത്. ഫണ്ടിങ്ങും ഉണ്ട്. ഞാൻ വരാം ശ്രീ കൃഷ്ണദാസ്. എനിക്ക് വി ഡി സതീശന്റെയും MP രാജേഷിന്റെയും ഒപ്പം KN ഹലാലിന്റെയും ഒരു പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ ആവശ്യമുണ്ട്. അതിഥികൾ തുടരണം, കാരണം ധാരാളം പ്രേക്ഷകർ ഇപ്പോൾ ഈ പരിപാടി കാണുകയും പ്രതികരണം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ ബഡ്ജറ്റിന്റെ ഈ വന്നതിന് ശേഷമുള്ള കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ സമഗ്രമായിട്ടുള്ള വിശകലനം
പ്രഖ്യാപനമാണ് നടക്കുന്നത്. അല്പസമയം കൂടി അതിഥികൾ തുടരാൻ അപേക്ഷിക്കുന്നു. ഞാൻ വളരെ വേഗം തിരിച്ചു വരാം. ഒരു ചെറിയ ഇടവേള കൂടി. ഇടവേളയ്ക്കു ശേഷം തിരികെ വരുമ്പോൾ ഈ ബഡ്ജറ്റ് മുന്നിലേക്ക് വയ്ക്കുന്ന വാഗ്ദാനങ്ങളും ഈ ബഡ്ജറ്റിന്റെ സ്വഭാവവും ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ട്രെൻഡ് മാത്രമാണോ കാണിക്കുന്നത്? ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ട്രെൻഡും ബോറോയിങ്ങും മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തും കൊണ്ട് എത്ര കാലം ഈ പ്രതിസന്ധിയുടെ ഇടയിൽ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന ചോദ്യത്തിലേക്ക് കൂടി എത്തുന്നു. ഹലോ, വെൽക്കം ബാക്ക് ആൻഡ് വെൽക്കം ടു ദ ബഡ്ജറ്റ് ഈവനിംഗ്. ബഡ്ജറ്റ് ഈവനിംഗിൽ നമ്മൾ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച തന്റെ മൂന്നാമത്തെ ബഡ്ജറ്റിനെ, കോവിഡ് കാലത്തെ അസാധാരണമായ ബഡ്ജറ്റിനെ എങ്ങനെയാണ് രാഷ്ട്രീയമായി വിലയിരുത്തുക എന്നതാണ് നമ്മളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രമുഖരായ അതിഥികൾ നമുക്കൊപ്പം തുടരുന്നു. MP രാജേഷ്, PK കൃഷ്ണദാസ്, KN ഹരിലാൽ, ഒപ്പം VD സതീശൻ. KN ഹരിലാൽ, ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ നിർമ്മലാ സീതാരാമൻ പറഞ്ഞതും ഇപ്പോൾ PK കൃഷ്ണദാസ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യം, കർഷകരുടെ കാര്യമടക്കം 1.64 lakh crore ആണ്, ഏകദേശം 1.25 ലക്ഷം കോടിയോളം രൂപയ്ക്കടുത്താണ് നെല്ല് കർഷകർക്ക് വേണ്ടി മാത്രം ഇപ്പോൾ താങ്ങുവിലയായി സർക്കാർ നീക്കിവെച്ചിരിക്കുന്നത്. ഇത് UPA സർക്കാരിൻ്റെ കാര്യത്തെ അപേക്ഷിച്ച് 10 മടങ്ങ് കൂടുതലുണ്ട് എന്ന കണക്ക് കൂടി പറയുന്നു. ഈ വീറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, പുതുതായിട്ട് 8 ലക്ഷത്തോളം ഗോതമ്പ് കർഷകർ ഈ നെറ്റിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യുന്നു. ഈ ബഡ്ജറ്റ് ആ അർത്ഥത്തിൽ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് APMCകൾ 1000 എണ്ണം പുതുതായിട്ട് ഇലക്ട്രോണിക് നെറ്റിൻ്റെ കൂടെ വരാൻ പോകുന്നു. ഇത്തരത്തിലുള്ള വലിയ പദ്ധതികൾ കൂടി ആവിഷ്കരിക്കുന്നു എന്നതുകൊണ്ട് കർഷകരെ വിശ്വാസത്തിലെടുക്കാൻ ഈ ബഡ്ജറ്റ് വഴി സാധിക്കുന്നുണ്ടോ? അത്തരത്തിലൊരു ഓളം ഈ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ വലിയ സമരം, അതായത് സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഒരു സമരം നടക്കുന്നതിന്റെ ഒരു പ്രതിഫലനം ബജറ്റിലുണ്ട്. അതിൽ ഒന്ന് APMC പണം നീക്കി വെക്കുന്നു. ഇതുവരെ സർക്കാരുകളുടെ പദ്ധതിയിലുള്ള കാര്യമല്ല. APMCക്ക് പണം നീക്കി വെക്കുന്നു. അതായത് കർഷക പ്രസ്ഥാനം ഉന്നയിച്ച ഏറ്റവും വലിയ പ്രശ്നം APMCകൾ ഇല്ലാതാവും, മണ്ടികൾ ഇല്ലാതാവും എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു ആശ്വാസം എന്നുള്ള നിലയ്ക്ക് APMCക്ക് പണം നീക്കി വെക്കുന്നു. അതോടൊപ്പം താങ്കൾ പറഞ്ഞ കാര്യം, അതായത് വായ്പ കൂടുതൽ അനുവദിക്കും എന്നുള്ളതാണ്. വായ്പ അനുവദിക്കും എന്നുള്ളത് നേരത്തെ മുതലേ എല്ലാ തവണയും പറയുന്നൊരു കാര്യമാണ്. അതിൽ ഒരു വലിയ ഗൗരവം ഞാൻ കാണുന്നില്ല. MSPക്ക് വേണ്ടി പൈസ നീക്കി വെക്കുന്നുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. പക്ഷെ കൃഷിക്കാരുന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഇതോടെ അവര് ഉപേക്ഷിച്ച് പോകുമെന്ന് തോന്നുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഈ നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ആ നിയമങ്ങൾ പിൻവലിക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതല്ലെങ്കിൽ അവർക്ക് വേണ്ടത് ഈ മിനിമം പ്രൈസും അതുപോലെ തന്നെ പ്രൊക്യൂർമെന്റും അതിന് നിയമപരമായിട്ടുള്ള പരിരക്ഷ ഉണ്ടാവുക എന്നുള്ളത്. അത് നിയമപരമായ പരിരക്ഷ ഇല്ലാത്തിടത്തോളം കാലം കൃഷിക്കാർക്ക് ഈ പ്രഖ്യാപനങ്ങൾ ഒന്നും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാൻ കഴിയും. പക്ഷേ ഹരിലാൽ, ഈ 16 ലക്ഷം കോടിയാണ് നീക്കി വെച്ചിരിക്കുന്നത് കർഷക മേഖലയ്ക്ക്. സ്വതന്ത്ര ഇന്ത്യയുടെ ബഡ്ജറ്റിൽ ഇതുവരെ ഉണ്ടാവാത്ത വലിയ പ്രഖ്യാപനമല്ലേ വായ്പയുടെ കാര്യത്തിൽ? കറക്റ്റ് ചെയ്തതാണ് ആ ഫിഗറിന്റെ കാര്യം. അതെ, വായ്പയാണെങ്കിൽ പോലും ഈ വായ്പ എടുക്കാൻ അവർ നിർബന്ധിതരാകുമല്ലോ സ്വാഭാവികമായും, അല്ലെങ്കിൽ വായ്പ കൊടുക്കാൻ ഈ ബാങ്കുകളും നിർബന്ധിതരാവില്ലേ? അതിന്റെ ഈ ആത്മനിർഭർ ഭാരതത്തിന്റെ ഭാഗമായിട്ടും നേരത്തെയുള്ള ബജറ്റുകളിലുമെല്ലാം നമ്മുടെ നാട്ടിലെ എല്ലാ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടെ ചേർന്നിട്ട് കൃഷിക്കും മറ്റ് മേഖലകൾക്കും കൊടുക്കുന്ന വായ്പയുടെ കണക്ക് ഒരു ബജറ്റിലെടുത്ത് പറഞ്ഞത് കൊണ്ട് ഒരു വലിയ വ്യത്യാസമൊന്നും കാർഷിക മേഖലയിൽ വരാൻ പോകുന്നില്ല. അത് കൃഷിക്കാർക്കൊക്കെ നന്നായിട്ട് തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഗവൺമെന്റ് ഇപ്പൊ ബജറ്റിൽ പൈസ നീക്കി വെച്ചു എന്ന് പറഞ്ഞല്ലോ, നിയമപരമായിട്ട് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക പ്രൊക്യൂർമെന്റിനും മിനിമം വിലയ്ക്കും. അതിന് ഗവൺമെന്റ് ഞാനൊരു സംശയം, ഈ കാർഷിക മേഖലയിൽ നിന്ന് മാറി ഞാൻ VD സതീശനിലേക്ക് എത്തുന്ന ഒരു കാര്യം കൂടി. ഇതിൽ പല പുതിയ പദ്ധതികൾ കൂടി പറയുന്നു. ഇപ്പോൾ സ്ക്രാപ്പേജ് പോളിസി അടക്കമുള്ള കാര്യങ്ങൾ ഈ സർക്കാർ പറയുന്നു. ഈ മാർക്കറ്റിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടുന്ന തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നു. ഈ ജൽജീവൻ മിഷൻ കൊണ്ടുവരുന്നു. പരിസ്ഥിതി മലിനീകരണത്തിന് തടസ്സം നിൽക്കുന്ന രീതിയിൽ, പരിസ്ഥിതി മലിനീകരണത്തിന് ഇടയാക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ഉപേക്ഷിക്കാൻ പറയുന്നു. ഈ ഉജ്ജ്വൽ ഗ്യാസ് യോജന പദ്ധതി വീണ്ടും 1 കോടിയിലധികം കൺസ്യൂമേഴ്സിനെ കൂടി കൊണ്ടുവരുന്നു. ഇതൊക്കെ സ്വാഭാവികമായും കയ്യടി നൽകേണ്ട, നമ്മൾ ഒരു പച്ച സിഗ്നൽ കൊടുക്കേണ്ട പദ്ധതികൾ തന്നെയല്ലേ ശ്രീ ഹരിലാൽ? അതെ, അല്ല, ഞാൻ ശ്രീ ഹരിലാലിനോട് ഞാൻ അതിനുശേഷം VD സതീശനിലേക്ക് വരാം. കാരണം VD സതീശന് ഒട്ടേറെ മറുപടികൾ പറയാനുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ VD സതീശനിലേക്ക് എത്താം. അതിനു മുമ്പ് ഇതിനുകൂടി കാര്യം, പുതിയ പദ്ധതികൾ ഈ സാധാരണ രീതിയിൽ തോമസ് ഐസക്ക് ഈ ഫാറ്റ് ടാക്സ് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ പുതിയ സ്ക്രാപ്പേജ് പോളിസി അവതരിപ്പിച്ചിരിക്കുകയാണ് നിർമ്മലാ സീതാരാമൻ. അല്ല, അങ്ങ് ഈ ചോദ്യം ചോദിക്കുന്നതിന് തൊട്ട് മുമ്പ് ശ്രീ VD സതീശൻ പറഞ്ഞതുകൊണ്ടാണ് ആ കൺഫ്യൂഷൻ ഉണ്ടായത്.
എന്തായാലും ഇത് സംബന്ധിച്ച് 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഇവിടെ ധനക്കമ്മിതം സംബന്ധിച്ച് നല്ലൊരു ചർച്ച ഇവിടെ നടന്നു. അപ്പോൾ അതിനോട് കൂട്ടിച്ചേർത്ത് ഈ കാര്യങ്ങളും കൂടെ പറയണം. അതായത് ധനക്കമ്മി യഥാർത്ഥത്തിൽ സാധാരണ രീതിയിൽ നമുക്ക് വലിയ വേവലാതി ഉണ്ടാക്കേണ്ട കാര്യമില്ല. സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ നമ്മുടെ ബാങ്കുകളിൽ നിന്നും ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നൊക്കെ പണം എടുത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തിയാൽ അതിനകത്തൊരു തെറ്റുമില്ല എന്ന് മാത്രമല്ല, ഇത്തരം വായ്പാ സാധ്യതകളെല്ലാം കോർപ്പറേറ്റുകൾ എടുത്തു പോവുകയും അവര് ആ പണം ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് തിരിച്ചടയ്ക്കാതിരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും വായ്പ എടുക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ വായ്പ ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഉയർന്ന ധനക്കമ്മി ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. കാരണം നമ്മള് ഈ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഗവൺമെന്റ് ആശ്രയിക്കുന്നത് ഓഹരി വിപണിയെയും ഓഹരി വിപണിയിലേക്ക് വരുന്ന ഉപകച്ചവട മൂലധനത്തെയുമാണ്. ആ ഉപകച്ചവട മൂലധനം വൻതോതിൽ കഴിഞ്ഞ 6 മാസമായിട്ട് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹോട്ട് മണി എന്ന് തന്നെ പറയാവുന്ന ആ പണം അമേരിക്കയിലും യൂറോപ്പിലും പലിശ നിരക്ക് ഗണ്യമായിട്ട് കുറഞ്ഞതിനെ തുടർന്ന് അവിടെ നിന്ന് പണം വലിയ രൂപത്തിൽ നമ്മുടെ ഓഹരി കമ്പോളത്തിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഓഹരി കമ്പോളം ഇങ്ങനെ ഉയരുന്നതിന്റെ കാരണം അതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ധനകാര്യ വിദഗ്ധന്മാരെല്ലാം ഈ കാര്യത്തിൽ കൺസേൺ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യൻ സമ്പദ്ഘടന തകരുന്നു, വളർച്ചാ നിരക്കുകൾ കുറയുന്നു, കോർപ്പറേറ്റുകളുടെ ലാഭം കുറയുന്നു. പക്ഷെ ലാഭം കുറയുമ്പോഴും കട അടച്ചിടുമ്പോഴും ഓഹരി വിപണിയിൽ ഓഹരികളുടെ എല്ലാം വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൂടുന്ന ഒരവസ്ഥ സാധാരണ രീതിയിൽ പ്രശ്നം ഉണ്ടാവേണ്ടതല്ല. പക്ഷെ ഈ രീതിയിൽ ഓഹരി വിപണിയെ ഹോട്ട് മണിയെ നമ്മൾ അമിതമായി ആശ്രയിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അപകടമുണ്ട്. ഏത് സമയത്ത് വലിയ രീതിയിൽ നമ്മുടെ ഓഹരി കമ്പോളത്തിൽ നിന്ന് പണം പുറത്തേക്ക് പോകാം. ഒരു ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് എന്തെങ്കിലും ഉണ്ടായാൽ മതി, ബൈഡന്റെ ഒരു പ്രഖ്യാപനം മതി, അവിടെ പലിശ നിരക്ക് 1% ഉയർത്തി. വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമാണ് ശ്രീ കൃഷ്ണദാസ് അങ്ങയുടെ ശ്രദ്ധയിൽ ഇതുകൂടി ഞങ്ങൾ പെടുത്തുന്നു. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഉൾക്കാഴ്ചയുള്ള ഒരു നിരീക്ഷണം കൂടിയാണ്. എങ്ങനെയാണ് ധനക്കമ്മിയും ഈ അനിതര സാധാരണമായ സാഹചര്യത്തിൽ അൺപ്രസിഡന്റായി ഈ ഇന്ത്യയിലേക്ക് ഓഹരി വിപണികളിലേക്ക് ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ ഓഹരി വിപണികളിൽ മുന്നേറ്റം ഉണ്ടാവുന്നതും അതൊരു തരം സ്യൂഡോ മെക്കാനിസമായി മാറുന്നുണ്ടോ, അതിനെ മാത്രം വിശ്വസിച്ച് എങ്ങനെ നിൽക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിന് കൃഷ്ണദാസ് മറുപടി പറയട്ടെ. അതിന് മുമ്പ് VD സതീഷിലേക്ക് മടങ്ങി വന്നാൽ എനിക്ക് എല്ലാ അതിഥികൾക്കും ഞങ്ങളുടെ ബ്യൂറോകളിൽ ചായ തരണമെന്നുണ്ട്. കാരണം ഇന്ന് ആസാമിലെ തേയില കർഷകർക്ക് 1000 കോടി രൂപ പാക്കേജ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ നിർമ്മല സീതാരാമൻ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ പക്ഷേ നിർഭാഗ്യവശാൽ അതിന് സാധിക്കുന്നില്ല. അങ്ങ് തിരക്കിലാണെന്ന് എനിക്കറിയാം, കാരണം പര്യടന യാത്ര നടക്കുകയാണ്. എങ്കിലും നേരത്തെ MP രാജേഷ് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൂടിയുള്ള മറുപടി PK കൃഷ്ണദാസിന് മറുപടി കൊടുക്കുമ്പോൾ ശ്രീ VD സതീഷ്, ഒന്നാമത്തെ കാര്യം പറഞ്ഞത്, ഞാൻ ധനക്കമ്മിയെക്കുറിച്ച് സൂചിപ്പിച്ചത് ഒരു ബഡ്ജറ്റിൻ്റെ സാങ്ക്ടിറ്റി എന്താണ്. ഞാൻ പറഞ്ഞു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്ത വർഷത്തേക്ക് 6.5% ധനക്കമ്മി ഉണ്ടാകും എന്നൊരു എസ്റ്റിമേറ്റ് വെച്ചിട്ട് അത് 7 അല്ലെങ്കിൽ 8 നമുക്ക് മനസ്സിലാക്കാം. ഇത് കഴിഞ്ഞ പ്രാവശ്യം വെച്ചിരുന്ന ധനക്കമ്മിയുടെ എസ്റ്റിമേറ്റ് എത്രയാണ്? അതിൻ്റെ ഇരട്ടിയിലധികമാണ് ആയിരിക്കുന്നത്. റിയൽ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ഈ പറയുന്ന ഓഫ് ബജറ്റ് ലോണൊന്നും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത സമയം വരുമ്പോഴേക്കും ഡബിൾ ഡിജിറ്റും കഴിഞ്ഞ് ധാരാളം പോയിരിക്കുന്നു. പിന്നെ എന്താ അർത്ഥമാക്കുന്നത് ഫിസ്ക്കൽ കൺസോളിഡേഷൻ എന്ന് പറയുന്നത്? ഇഷ്ടം പോലെ കടമെടുക്കാമെന്ന് ശ്രീ രാജേഷ് പോൾ ക്രൂമാൻ്റെ കാര്യം പറഞ്ഞു. ഡോമർ ഫോർമുല ഉണ്ടല്ലോ, കടമെടുക്കുന്നുണ്ടെന്ന് തെറ്റൊന്നുമില്ല. എല്ലാ ഗവൺമെൻറ്റും കടമെടുത്തുകൊണ്ട് തന്നെയാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതും വെൽഫെയർ ആക്ടിവിറ്റീസ് നടത്തുന്നതൊക്കെയാണ്. പക്ഷേ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. മാത്രമല്ല, പരിധികൾ വിട്ട് ഗവൺമെൻറ്റുകൾക്ക് കടമെടുക്കാൻ കഴിയുമോ? ഓരോ ഗവൺമെൻറ്റിനും ഈ നമ്മുടെ GDP-യുടെ ഗ്രോത്ത് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് അനുസരിച്ച് ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനേക്ക് അപ്പുറത്തേക്ക് ലോൺ എടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു സോവറിൻ ഡെറ്റ് ക്രൈസിസ് എന്ന് പറയുന്ന വളരെ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് രാജ്യം പോവും, സംസ്ഥാനം പോവും. എന്നാണ് ഈ FRBM ആക്ടിനെ കൊണ്ടുവന്നത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ഫിനാൻസ് മുഴുവൻ തകർന്ന് തരിപ്പണമായ ഒരു കാലഘട്ടമുണ്ട്. ആ 90കളുടെ അവസാനമായപ്പോഴേക്കും തകർന്ന് തരിപ്പണമായി. ഗവൺമെൻറ്റുകൾക്ക്, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഒന്നും യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ ധാരാളം കടമെടുത്ത് കൂട്ടി
അവസാനം ആ ഡെറ്റിൻ്റെ ഇൻട്രസ്റ്റ് വന്ന് ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്ത കടക്കണിയിലേക്ക് ഗവൺമെൻറ് എല്ലാ ഗവൺമെൻറ്റുകളും പോയ സമയത്താണ് ഫിനാൻസ് കമ്മീഷൻ അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു റീസ്ട്രക്ചറിങ് സംവിധാനം, ഒരു പാക്കേജൊക്കെ കൊണ്ടുവന്നു. ഒരുപാട് പണം സഹായം നൽകി. വെറുതെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്ന് സംസ്ഥാനങ്ങളുടെ മീതെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ആക്ട് അല്ല FRBM ആക്ട്. കേന്ദ്രവും അത് ഫോളോ ചെയ്തു. അവസാനം 2008 റിസഷൻ വന്നു കഴിഞ്ഞപ്പോൾ അത് ഡൈലൂട്ട് ചെയ്ത് കൊടുത്തു. ആ റിസഷൻ വന്നപ്പോൾ കുറേ സമയവും കൂടി നീട്ടിക്കൊടുത്തു. അത് ഫിസ്ക്കൽ കൺസോൾട്ടേഷന് വേണ്ടി ചെയ്യുന്നതാണ്. വരവ് അറിയാതെ ചെലവ് ചെയ്യാൻ നമുക്ക് കടം വാങ്ങിക്കാം, കടം വാങ്ങിച്ച് നമുക്ക് സ്പെൻഡ് ചെയ്യാം, നമുക്ക് അതിൽ നിന്ന് വരുമാനമുണ്ടാക്കി നമുക്ക് തിരിച്ചടയ്ക്കാം. ഇത് ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് കടമെടുക്കുന്നത്? ഒരു വീടിൻ്റെ ബജറ്റ് പോലും നിലനിൽക്കില്ലല്ലോ അങ്ങനെ കടമെടുത്ത് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ കടമെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഏതറ്റം വരെയും കടമെടുക്കാമെന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഞാൻ അതിനോട് ശക്തമായി വിയോജിക്കുന്നു. കടമെടുക്കുന്നത് തെറ്റല്ല. കടമെടുത്ത് കൂടുതൽ ക്രിയേറ്റീവായിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട്, അസറ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് എല്ലാം ചെലവഴിക്കാം. ഇവിടെ കൃഷ്ണദാസ് വേറൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു. നിങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ ആക്ച്വൽസ് എത്രയാണ്, നെൽ കർഷകർക്ക് കൊടുത്തത് ഇപ്പോഴെത്രയാണ്? അങ്ങനെ കണക്കാക്കുമോ? അങ്ങനെ അല്ലല്ലോ കണക്കാക്കുന്നത്. എത്ര ശതമാനമാണ് ഓരോ സെക്ടറിലേക്കുമുള്ള അലോക്കേഷൻ, പ്രൈമറി സെക്ടറിലേക്കുള്ള അലോക്കേഷൻ GDPയുടെ എത്ര പെർസെൻറ്റേജാണ്, അല്ലെങ്കിൽ ഹെൽത്തിലേക്ക് കൊടുത്തിരിക്കുന്ന അലോക്കേഷൻ GDPയുടെ എത്ര പെർസെൻറ്റേജാണ്? കാരണം 7 കൊല്ലം മുമ്പാണ് ഞങ്ങൾ ഭരിച്ചത്, അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പാണ്. 2004 തൊട്ട് 2014 വരെ ഞങ്ങൾ ഭരിച്ച കാലത്ത് ഇന്ത്യയുടെ ഇക്കോണമി എന്താണ്? ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഇക്കോണമി എന്താണ്? ഇന്ത്യയുടെ GDP കണക്കാക്കിയിട്ട് വേണ്ടി ആ GDPയുടെ എത്ര പെർസെൻറ്റേജാണ് കൊടുത്തതെന്നല്ലാതെ അന്നത്തെ 1,00,000 കോടിയും ഇപ്പോഴത്തെ 1,00,000 കോടിയും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാറില്ല. ഇടയ്ക്ക് ഈ സംസ്ഥാനത്ത് തോമസ് ഐസക് ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ബജറ്റിൽ അദ്ദേഹം ഇങ്ങനെ കമ്പയർ ചെയ്യും. അത് ആക്ച്വൽസ് പറഞ്ഞല്ല, അന്ന് ചിലവാക്കിയ പണവും ഇപ്പം ചിലവാക്കിയ പണവും പറഞ്ഞുകൊണ്ടല്ല അത് കമ്പയർ ചെയ്യേണ്ടത്. അന്ന് GDPയുടെ എത്ര പെർസെൻറ്റേജാണ് UPA ഗവൺമെൻറ് വെച്ചത്, അതിൽ നിന്നും എത്ര ശതമാനം നിങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് GDPയുടെ എങ്കിൽ അത് ക്ലെയിം ചെയ്യാം. തീർച്ചയായിട്ടും അതിന് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായി അവകാശപ്പെടാം. ആക്ച്വൽസ് പറഞ്ഞുകൊണ്ട് സംസാരിക്കരുത്. ഇവിടെയുള്ള അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് വെച്ച് അപകടകരമായ നിലയിലേക്ക് രാജ്യത്തിൻ്റെ സാമ്പത്തിക നില പോകുന്നു. എന്ന് മുതലാണ് ഇത് പോകാൻ തുടങ്ങിയത് നോട്ട് പിൻവലിക്കൽ നടപടിയിലൂടെ. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് വികലമായ രീതിയിൽ GST നടപ്പിലാക്കി. അതുകൊണ്ട് വരുമാനം ഗണ്യമായി കുറയുകയും ചെലവ് വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴാണ് കുഴപ്പങ്ങളും ഉണ്ടായത്. അപ്പോൾ നമ്മുടെ വരുമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സായ GST സംവിധാനത്തിൽ തന്നെ അടിസ്ഥാനപരമായ പാളിച്ചകൾ വന്നു. ഗവൺമെൻറ് അത് കറക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ വെറുതെ രാഷ്ട്രീയ വിമർശനം മാത്രം നടത്തിയാൽ പോരാ, ഗവൺമെൻറ് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. പക്ഷേ 4 വർഷക്കാലം എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാലഘട്ടമല്ല ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. ഈ 4 വർഷം കൊണ്ട് അപകടകരമായ രീതിയിലേക്ക് വന്നു. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ കുറെ കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് വരുമാനം. ഈ കോവിഡ് കാരണം വരുമാനം ഗണ്യമായി ഇടിഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ല. മാത്രമല്ല കഴിഞ്ഞ 6 മാസത്തെ ഈ ടാക്സിന്റെ സംഭരണം എന്നുള്ളതും ടാക്സിന്റെ ശേഖരണം എന്നുള്ളതും അൺപ്രസിഡന്റഡ് റേറ്റിലായിരുന്നു എന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുന്നത്. വെൽക്കം ബാക്ക്. ആൻഡ് ബഡ്ജറ്റ് ഈവനിംഗ് തുടരുന്നു. PK കൃഷ്ണദാസ് നേരത്തെ VD സതീശനും MB രാജേഷും ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങൾക്കുള്ള മറുപടി കൂടി. ഈ ബഡ്ജറ്റ് ഈ കോവിഡ് കാലത്ത് ഇതിനേക്കാൾ മികച്ചൊരു ബഡ്ജറ്റ് ഇല്ലായിരുന്നു എന്ന ഒരു നിലപാടിൽ തന്നെയല്ലേ ഇപ്പോഴും BJP നിൽക്കുന്നത്. പക്ഷേ ഇതിൽ മാർക്കറ്റ് പൊതുവെ സ്വാഗതം ചെയ്യുമ്പോഴും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കടുത്ത വിമർശനം ഉണ്ടാക്കുന്നു. വിറ്റഴിക്കൽ ബഡ്ജറ്റ് എന്ന രീതിയിലുള്ള വിമർശനമാണ് രാഹുൽ ഗാന്ധിയും അല്പസമയം മുമ്പ് ചിദംബരം പറഞ്ഞത്. ഈ ബഡ്ജറ്റ് സാധാരണക്കാരെയും കുടിയേറ്റക്കാരെയും ഒക്കെ കബളിപ്പിക്കുന്ന ബഡ്ജറ്റ് എന്ന നിലയിൽ കൂടിയാണ്. PK കൃഷ്ണദാസ്. അല്ല, കോൺഗ്രസ് ഈ വിറ്റഴിക്കലിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ചിരി വരികയാണ്. നമ്മുടെ നരസിംഹറാവു പ്രധാനമന്ത്രിയായ സമയത്താണ് സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം ഇതൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കൽ ആ പ്രക്രിയ ആരംഭിച്ചത്. പക്ഷേ അവരൊക്കെ നമ്മുടെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിച്ചത് ആ പണം രാഷ്ട്രത്തിൻ്റെ വികസനത്തിന് വേണ്ടി അല്ല ചെലവഴിച്ചത്, മറിച്ച് കുംഭകോണങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിയത് എന്ന് നമുക്ക് അനുഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സമ്പദ് വ്യവസ്ഥ ശരിയാണ്, ഈ കൊറോണ മഹാമാരി നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മാത്രമല്ല ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തിരിച്ചടിയിൽ നിന്ന്
ഒരു തിരിച്ചുവരവിലേക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഭാരതമാണ് ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ വളർച്ചാ നിരക്ക് 7.7%, 7.9% എത്തി നിൽക്കുന്നത്. മാത്രമല്ല IMF പോലുള്ള ആഗോള ധനകാര്യ സ്ഥാപനങ്ങൾ പറയുന്നത് അടുത്ത സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 11% ഉയരുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സാമ്പത്തിക നയം അത് ഭാരതത്തെ ഇത്രയും വലിയ പ്രതിസന്ധിയിൽ നിന്ന്, സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് കരകയറ്റുന്നു. ഭാരതം സാമ്പത്തികമായിട്ട് ഉയർച്ചയിലേക്ക്, ഉന്നതിയിലേക്ക് മുന്നേറുന്നു എന്നുള്ളതിൻ്റെ വളരെ പ്രകടമായ ഉദാഹരണമല്ലേ. മാത്രമല്ല ഈ ഗവൺമെൻറ് നോക്കൂ, നമ്മുടെ കൊറോണ നമുക്ക് ലോകത്തെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് പട്ടിണി ഉണ്ടായിട്ടില്ല ശ്രീ അരുൺ. കാരണം എന്താ? 90 കോടി ജനങ്ങൾക്കാണ് കഴിഞ്ഞ 9 മാസക്കാലം ഒരാൾക്ക് 5 കിലോഗ്രാം അരി എന്ന രീതിയിൽ നമ്മുടെ അരിയും ധാന്യങ്ങളും സൗജന്യമായി റേഷൻ ഷാപ്പിലൂടെ വിതരണം ചെയ്യാൻ സാധിച്ചു. ഞാൻ VD സതീശൻ ചർച്ചയിൽ ഇപ്പം ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ MP രാജേഷ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് ഏത് രാജ്യമാണ് ഈ 90 കോടിയോളം ജനങ്ങൾക്ക് ഏതാണ്ട് 9 മാസം സൗജന്യമായി റേഷൻ ഷാപ്പിലൂടെ ഈ അരിയും ധാന്യങ്ങളും വിതരണം ചെയ്തത്? ഇതൊരു പാവപ്പെട്ടവന്റെ സർക്കാർ ആയതുകൊണ്ടല്ലേ. മാത്രമല്ല ഇതേ കാലയളവിൽ ആത്മനിർഭരൻ കല്യാൺ യോജനയുടെ ഭാഗമായിട്ടാണ് ഏതാണ്ട് 2,72,000 കോടിയാണ് ദാരിദ്ര്യവും പട്ടിണിയും മാറ്റാൻ കൊറോണ കാലത്ത് ഗവൺമെന്റ് ചെലവഴിച്ചത്. മാത്രമല്ല നമ്മുടെ കിസാൻ സമ്മാൻ യോജനയിലൂടെ ഈ കാലയളവിൽ 90,000 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. അതേപോലത്തെ തൊഴിലുറപ്പ് പദ്ധതിക്ക് 1,10,000 കോടി ചെലവഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ ആത്മനിർഭരൻ പാക്കേജിലൂടെയാണ് നമ്മുടെ ഗവൺമെന്റ് പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക്, ഇവർക്കൊക്കെ കർഷകന്മാർക്ക് ഇതൊക്കെ വിതരണം ചെയ്ത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോവുകയാണ്. മറ്റൊന്ന് നേരത്തെ ശ്രീ രാജേഷ് സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ കൊറോണ ഈ മഹാമാരി കൈകാര്യം ചെയ്ത രീതി. നിങ്ങൾ നോക്കൂ, ലോകത്തിൽ WHO ഉൾപ്പെടെയുള്ള ആഗോള സ്ഥാപനങ്ങൾ, അതേപോലെ ലോകരാഷ്ട്രങ്ങൾ നമ്മുടെ കൊറോണ കൈകാര്യം ചെയ്ത ഭാരത സർക്കാരിൻ്റെ സമീപനത്തെ, രീതിയെ അനുമോദിക്കേണ്ടത്. ഞാൻ അവകാശപ്പെടുന്നില്ല കേവലം കേന്ദ്ര ഗവൺമെന്റ് മാത്രമാണ് ഇക്കാര്യം ചെയ്തത്. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും നമ്മുടെ മുഴുവൻ ജനങ്ങളും അത് സഹകരിച്ചു. നമ്മൾ നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്തത്. മാത്രമല്ല നമ്മൾ കൊറോണ വരുന്ന കാലയളവിൽ PPE കിറ്റ് നമ്മൾ ഇറക്കുമതി ചെയ്തു, സാനിറ്റൈസർ ഇറക്കുമതി ചെയ്യുകയായിരുന്നു, മാസ്കുകൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് നോക്കൂ ശ്രീ അരുൺ, നാം ഇന്ന് PPE കിറ്റും മാസ്കും സാനിറ്റൈസറും അതേപോലെ വാക്സിൻ അടക്കം നമ്മൾ പുറം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായും കൃഷ്ണദാസ്, എനിക്കൊന്ന് സമയപരിധി ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇടപെടുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ബഡ്ജറ്റിന്റെ ആഴത്തിലുള്ള വിശകലനം നടക്കും. നന്ദി ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. ഈ ബഡ്ജറ്റ് ഈവനിങ്ങിൽ നമുക്കൊപ്പം ഉണ്ടായിരുന്ന PK കൃഷ്ണദാസ്, VD സതീശൻ, MP രാജേഷ്, ഒപ്പം KN ഹരിലാൽ നന്ദി അറിയിക്കുക കൂടി ചെയ്യുന്നു. ഇരുളാർന്ന പ്രഭാതത്തിലും പ്രകാശം ദർശിക്കാൻ കഴിയുന്ന പക്ഷിയാണ് വിശ്വാസമെന്നാണ് ടാഗോറിന്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് നിർമ്മലാ സീതാരാമൻ പ്രസംഗത്തിന്റെ മധ്യത്തിൽ പറഞ്ഞത്. അങ്ങനെ ഈ ഇരുളാർന്ന കാലത്തിലും പ്രകാശത്തെ ദർശിക്കാൻ കഴിയുന്ന ഒരു പക്ഷിയായി ഈ നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ മാറട്ടെ എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. വളരെ വേഗം ഇനി നമ്മൾ പോകുന്നത് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്കാണ്, 100 ന്യൂസിലേക്കാണ്. TK റീജിത്ത് ചേരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഷോർട്ട് ബ്രേക്ക്. ബഡ്ജറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിശകലനങ്ങളും രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ഇനി എൻകൗണ്ടറിൽ കാണാം. ഇന്ന് 7:30 മുതൽ പ്രത്യേക ഷോ ആരംഭിക്കും. ഷോർട്ട് ബ്രേക്ക്. +My ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ.